ഹരി ഓം ഹരി ഓം നാരായണ. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോ വിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതദദ്യതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.
കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ നവമസ്കന്ധം 10-ാം അധ്യായം ശ്രീരാമാവതാര ചരിതം. ഇന്നലെ തുടങ്ങി വെച്ചു. 8-ാം ശ്ലോകം വരെയാണ് ഇന്നലെ എടുത്തത്. ശ്രീരാമ അവതാരം പറഞ്ഞ് ഭഗവാന്റെ ലീലകൾ, രാമായണ കഥ ചുരുക്കി ഒരു ശ്ലോകം കൊണ്ട് പറഞ്ഞു സ്തുതിച്ചു. അതിനുശേഷം പിന്നീട് അതിനെ തന്നെ കൂടുതൽ വിസ്തരിക്കുകയാണ് ചെയ്യുന്നത്. 5, 6, 7 ശ്ലോകങ്ങളെ കൊണ്ട് ബാലകാണ്ഡവും 8-ാം ശ്ലോകം കൊണ്ട് അയോധ്യാകാണ്ഡവും പറഞ്ഞു. ഇനി ആരണ്യകാണ്ഡം, കിഷ്കിന്ധാകാണ്ഡം, സുന്ദരകാണ്ഡം, യുദ്ധകാണ്ഡം കഥകളിലേക്ക് തുടർച്ചയായിട്ട് അങ്ങനെ പോവുകയാണ്. നമുക്ക് ആദ്യം വായിക്കാം, വായിച്ചിട്ട് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ നവമസ്കന്ധേ 10-മോऽധ്യായഃ. ശ്രീശുക ഉവാച. ഗട്വാംഗാദ് ദീർഘബാഹുശ്ച രഘുസ്തസ്മാത് പൃഥുസ്രവാः അജസ്തതോ മഹാരാജഃ തസ്മാദ് ദശരഥോऽഭവത്. തസ്യാപി ഭഗവാനേഷഃ സാക്ഷാത് ബ്രഹ്മമയോ ഹരിഃ അംശാംശേന ചതുർദ്ധാഗാത് പുത്രത്വം പ്രാർത്ഥിതഃ സുരൈഃ രാമലക്ഷ്മണഭരതശത്രുഘ്നാ ഇതി സംജ്ഞയാ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. തസ്യാനുചരിതം രാജൻ ഋഷിഭിസ്തത്വദർശിഭിഃ ശ്രുതം ഹി വർണ്ണിതം ഭൂരി ത്വയാ സീതാപതേർമുഹുഃ. ഗുരുവർത്തെ തെക്തരാജ്യോ വ്യചരദനുവനം പത്മപദ്ഭ്യാം പ്രിയായാഃ പാണിസ്പർശാക്ഷമാഭ്യാം മൃജിതപദരുജോ യോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാത് ശൂർപ്പണഖ്യാഃ പ്രിയവിരഹരുഷാരോപിതഭ്രൂവിജൃംഭത്രസ്താബ്ദിഃ ബദ്ധസേതുഃ ഖലദവദഹനഃ കോസലേന്ദ്രോ വദാന്നഃ. വിശ്വാമിത്രാദ്വരേയേന മാരീചാദ്യാ നിശാചരാः പശ്യതോ ലക്ഷ്മണസ്യൈവ ഹത്വാ നൈഋതപുംഗവാः. യോ ലോകവീരസമിതൗ ധനുരൈഷമുഗ്രം സീതാ സ്വയംവരഗൃഹേ ത്രിശതോപനീതം ആദായ ബാലകജലീല ഇവേക്ഷുയഷ്ടിം
സജ്ജീകൃതം നൃപ വികൃഷ്യ ബഭഞ്ജ മധ്യേ ജിത്വാനുരൂപഗുണശീലഭയോങ്കരൂപാം സീതാഭിതാം ശ്രിയമുരസ്യ വിലബ്ധമാനാം മാർഗേ വ്രജൻ ഭൃഗുപതേർവ്യനയത് പ്രരൂഢം ദർപ്പം മഹീം അകൃതയസ്ത്രീ അരാജബീജാം യസ്സത്യപാശ പരിവീത പിതുർനിദേശം സ്ത്രൈണസ്യ ചാപി ശിരസാ ജഗൃഹേ സ ഭാര്യഃ രാജ്യം ശ്രിയം പ്രണയിനഃ സുഹൃദോ നിവാസം ത്യക്ത്വാ യയൗ വനമസൂനിവ മുക്തസംഗഃ രക്ഷസ്വസുർവ്യകൃതരൂപമശുദ്ധബുദ്ധേഃ തസ്യാഘരത്രിശിരദൂഷണമുഖ്യബന്ധൂൻ ജഗ്നേ ചതുർദശസഹസ്രമപാരണീയ കോദണ്ഡപാണിരടമാന ഉവാസകൃച്ഛ്രം സീതാകഥാശ്രവണദീപിതഹൃച്ഛയേന സൃഷ്ടം വിലോക്യ നൃപതേ ദശകന്ധരേണ ജഗ്നേദ്ബുധൈണ വപുഷാശ്രമതോപകൃഷ്ടോ മാരീചമാശു വിശിഖേന യദാക്കമുഗ്രഃ രക്ഷോധമേന ഭൃഗവദ്വിപിനയ സമക്ഷം വൈദേഹരാജദുഹിതര്യപയാപിതായാം ഭ്രാത്രാ വനേ കൃപണവത് പ്രിയയാ വിയുക്തഃ സ്ത്രീസംഗിനാം ഗതിമിതി പ്രദയം ചചാര ദഗ്ധ്വാത്മകൃത്യ ഹതകൃത്യമഹങ്കബന്ധം സഖ്യം വിധായ കവിഭിർദയിതാഗതിം തൈഃ ബുദ്ധ്വാദബാലിനിഹതേ പ്ലവകേന്ദ്രസൈന്യൈഃ വേലാമഗാത്സമനുജോ അജബവാർച്ചിതാംഗ്രിഃ യദ്രോഷവിഭ്രമവിവൃത്തകടാക്ഷപാദസംഭ്രാന്തനക്രമകരോ ഭയഗീർണഘോഷഃ സിന്ധുശിരസ്യർഹണം പരിഗൃഹ്യ രൂപീ പാദാരവിന്ദമുപഗമ്യ ബഭാഷയേതത് നത്വാം വയം ജഡതിയോന്നു വിദാമ ഭൂമൻ കൂടസ്ഥമാദിപുരുഷം ജഗദാമധീശം യൽ സത്വതഃസുരഗണാരജസഃ പ്രജേശാഃ മന്യോശ്ച ഭൂതപതയഃ സ ഭവാൻ ഗുണേശഃ കാമം പ്രയാഹി ജഹി വിസ്രവസോവമേഹം ത്രൈലോക്യരാവണമവാപ്നുഹി വീരപത്നീം ബദ്നീഃ സേതുമിഹ തേ യശസോ വിദത്यै ഗായന്തി ദിഗ്വിജയിനോ യമുപേത്യ ഭൂപാഃ ബദ്ധ്വോദതൗ രഘുപതിർവിവിധാദ്രികൂടൈഃ സേതും കപീന്ദ്രകരകമ്പിതഭൂരുഹംഗൈഃ സുഗ്രീവനീലഹനുമൽ പ്രമുഖൈരനീകൈഃ ലങ്കാം വിഭീഷണദൃശാ വിശദഗ്രദഗ്ധാം സാ വാനരേന്ദ്രബലരുദ്ധവിഹാരകോഷ്ടശ്രീദ്വാരഗോപുരസദോ വളവീവിഡങ്കാം നിർഭജ്യമാനദിഷണധ്വജ ഹേമകുംഭശൃംഗാടകാ ഗജകുലൈർഹൃദിനീവഗൂർണാ രക്ഷഃപതിസ്തദവലോക്യ നികുംഭകുംഭധൂമ്രാക്ഷധുർമുഖസുരാന്തനരാന്തകാദീൻ പുത്രം പ്രഹസ്തം അധികായ വികമ്പനാദീൻ സർവാനുഗാൻ സമഹിനോദത കുംഭകർണം താം യാദുധാനപൃതനാം അസിശൂലചാപപ്രാസഷ്ടിശക്തിസരതോമരഗഡ്ഗദുർഗാം സുഗ്രീവലക്ഷ്മണമരുൾ സുതഗന്ധമാദനീലാംഗദക്ഷപനസാദിവിരന്വിതോഗാദ് തേ അനീകപാരകുപതേരഭിപത്യ സർവേ ദ്വന്ദ്വം വരൂദം ഇപപത്തിരദാശ്വയോദൈഃ ജഗ്ലുരുദ്രുമൈർഗിരിഗദേഷു ബിരംഗദാദ്യാഃ സീതാഭിമർശഹത മംഗളരാവണേശാൻ രക്ഷഃപതിസ്വബലനഷ്ടിമവേക്ഷ്യ രുഷ്ടഃ ആരുഹ്യ യാനകമദാഭിസസാര രാമം സ്വസ്യന്തനേ ദ്യുമതിമാതലിനോപനീതേ വിഭ്രാജമാനമഹനന്വിഷിതൈക്ഷുരപ്രൈഃ രാമസ്തമാഹ പുരുഷാദപുരീശയന്നഃ കാന്താസമക്ഷമസതാപഹൃദാശ്വവൽത്തെ ത്യക്തത്ര പശ്യ ഫലമദ്യ ജുഗുപ്സിതസ്യ യച്ഛാമി കാല ഇവ കർത്തുരലംഘ്യവീര്യഃ ഏവം ക്ഷിപൻ ധനുഷി സന്ധിതമുത്സസർജ
ബാണം സ വജ്രമിവ തദ്ഹൃദയം ബിഭേദ സ്വസൃഗ്വമന്ദസമുഖൈർന്യപതദ്വിമാനാത് ഹാഹേതി ജൽപതി ജനേ സുകൃതീവ റിക്തഃ തതോ നിഷ്ക്രമ്യ ലങ്കായായാദുധാന്യ സഹസ്രശഃ മണ്ഡോദര്യാ സമം തസ്മിൻ പ്രരുദത്യ ഉപാദ്രവൻ സ്വാൻ സ്വാൻ ബന്ധൂൻ പരിഷ്വജ്യ ലക്ഷ്മണേഷു വിരദ്വിതാൻ രുരുദുസ്സുസ്വരം ദീനാഗ്നന്ദ്യ ആത്മാനമാത്മനാ. ഹാ ഹതാസ്മ വയം നാദാലോകരാവണ രാവണ കം യായാത് ശരണം ലങ്കാ ത്വദ്വിഹീനാ പരാർദിതാ നൈവം വേദ മഹാഭാഗാ ഭവാൻ കാമവശം ഗതഃ തേജോനുഭാവം സീതായാ യേന നീതോ ദശാമിമം കൃതൈഷാ വിധവാലങ്കാ വയം ച കുലനന്ദന ദേഹകൃതോന്നം ഗൃദ്രാണാം ആത്മാ നരകഹേതവേ. ശ്രീശുക ഉവാച സ്വാനാം വിഭീഷണശ്ചക്രേ കോസലേന്ദ്രാനുമോദിതഃ പിതൃമേധവിധാനേന യദുക്തം സാംപരായികം തതോ ദദർശ ഭഗവാൻ അശോകവനികാശ്രമേ ക്ഷാമാം സ്വവിരഹവ്യാധിം ശിംശപാമൂലമാസ്ഥിതാം. രാമഃ പ്രിയതമാം ഭാര്യാം ദീനാം വീക്ഷ്യാന്വകമ്പത ആത്മസന്ദർശനാഹ്ലാദ വികസന്മുഖപങ്കജാം ആരോപ്യാരുരുഹേയാനം ഭ്രാതൃഭ്യാം ഹനുമദ്യുതഃ വിഭീഷണായ ഭഗവാൻ ദത്വാ രക്ഷോ ഗണേശതാം. ലങ്കാം ആയുശ്ച കൽപ്പാന്തം ജയൗ ചീർണവ്രതഃ പുരീം അവഗീര്യമാണ കുസുമൈർലോകപാലാർപ്പിതൈപതി. അതുവരെ മതി. രാമൻ ലങ്കയിലേക്ക് തിരിച്ചു പോകുന്നത് വരെയുള്ള യുദ്ധകാണ്ഡത്തിലെ പ്രധാന ഭാഗങ്ങൾ. ഇനി തുടർന്ന് 23 ശ്ലോകങ്ങളുണ്ട്. നമുക്ക് പുരോഗമിക്കുമ്പോൾ വായിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഇപ്പോൾ വൈകി വന്ന എല്ലാവർക്കും വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം, സുസ്വാഗതം. ഭാഗവതജ്ഞാനഗംഗ നവമസ്കന്ധത്തിലെ 10-ാം അധ്യായം രാമായണ കഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ആദ്യത്തെ 8 ശ്ലോകങ്ങൾ കണ്ടു. കഴിഞ്ഞ അധ്യായത്തിൽ അവസാനം ഗട്ടുവാങ്ക ചരിതം പറഞ്ഞാണ് നിർത്തിയിരുന്നത്. ആ ഗട്ടുവാങ്കന്റെ വംശം പറഞ്ഞുകൊണ്ട് ആരംഭിച്ചു. ഗട്ടുവാങ്കന്റെ പുത്രനായി ദീർഘബാഹു, അവനിൽ നിന്ന് രഘു, അവനിൽ നിന്ന് അജൻ, അജനിൽ നിന്ന് ദശരഥൻ. പിന്നീട് ആ ദശരഥന്റെ പുത്രനായി ഭഗവാൻ 4 അംശങ്ങളായി രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരായി അവതരിച്ചു. ആ രാമചരിതം തത്വദർശികളായ ഋഷീശ്വരന്മാരാൽ ധാരാളം വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങും കേട്ട് കാണും തീർച്ചയായിട്ടും. അതുകൊണ്ടത് വിസ്തരിച്ച് പറയേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രാമൻ നമ്മെ രക്ഷിക്കട്ടെ, കോസലേന്ദ്രൻ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടൊരു ശ്ലോകം കൊണ്ട് രാമായണ കഥ ചുരുക്കി പറഞ്ഞു. ഏകശ്ലോകി രാമായണം. ഗുരുവർത്തേ തെക്തരാജ്യോ വ്യചരതനുവനം പത്മപദ്ഭ്യാം പ്രിയായ
പാണിസ്പർശാക്ഷമാഭ്യാം മൃജിതപദരുജോയോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാത് ശൂർപ്പണക്യാഃ പ്രിയവിരഹരുഷാരോപിതഭ്രൂവിജൃംഭത്രസ്താബ്ധിഃ ബദ്ധസേതുഃ ഖലദവദഹനഃ കോസലേന്ദ്രോ അവതാന്നഃ. അപ്പോ അച്ഛന്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടി രാജ്യം ത്യജിച്ച് വനങ്ങൾ തോറും സഞ്ചരിച്ചു തന്റെ താമര പോലെയുള്ള പാദങ്ങളെ കൊണ്ട്. ഏതൊരു ഭഗവാന്റെ പാദങ്ങളാണോ പ്രിയതമയായ സീതയുടെ തളിര് പോലുള്ള കൈകൾ കൊണ്ടുള്ള തലോടൽ പോലും സഹിക്കാൻ അക്ഷമങ്ങളായിരിക്കുന്നത്, അങ്ങനെയുള്ള മൃദുപാദങ്ങളെ കൊണ്ട് വനങ്ങൾ തോറും കഠിനങ്ങളായ കല്ലുകളിലും പർവ്വതങ്ങളിലും മുള്ളുകളിലും സഞ്ചരിച്ചു. ഹരീന്ദ്രാനുജാഭ്യാം മൃജിത പദരുജ, വാനരേന്ദ്രനായ സുഗ്രീവനാലും അനുജനായ ലക്ഷ്മണനാലും ആ മാർഗക്ലേശങ്ങൾ ആശ്വസിപ്പിക്കപ്പെട്ടു. ശൂർപ്പണഖയെ വിരൂപനാക്കിയതിന്റെ ഫലമായിട്ട് ആ ശൂർപ്പണഖയുടെ പ്രേരണ കൊണ്ട് രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി ആ പ്രിയവിരഹം കൊണ്ടുള്ള കോപത്തോടുകൂടെ അത് സമുദ്രദേവന്റെ നേർക്ക് കാണിച്ചു. ആരോപിത ഭ്രൂ വിജൃംഭത്രസ്താബ്ധി, അബ്ദിയെ ത്രസിപ്പിച്ചു, ഭയപ്പെടുത്തി. 3 ദിവസം കൊണ്ട് പ്രീതിപ്പെടാതെ തനിക്ക് വഴി തരാതിരുന്നതുകൊണ്ട് ആ സാഗരത്തിന്റെ നേരെ തന്റെ കോപം പ്രകടിപ്പിച്ചു. അങ്ങനെ സേതുബന്ധനത്തിന് ആ സാഗരം അനുവദിച്ചു. ബദ്ധസേതുവായി ദുഷ്ടന്മാരാകുന്ന കാട്ടിനെ മുഴുവൻ ദഹിപ്പിക്കുന്ന കാട്ടുതീയായി ലങ്കയിലേക്ക് പടർന്നു കയറി ആ രാമൻ. അങ്ങനെയുള്ള കോസലേന്ദ്രൻ നമ്മളെ രക്ഷിക്കട്ടെ, അവതാത് നഹ എന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് രാമായണ കഥ ഒന്നുകൂടെ ആവർത്തിച്ച് ചുരുക്കി വിസ്തരിക്കുകയാണ്. വിശ്വാമിത്രന്റെ യാഗരക്ഷ ചെയ്ത് മാരീചാതി നിശാചരന്മാരെ ലക്ഷ്മണൻ നോക്കി നിൽക്കെ ഏകനായി വധിച്ചു. ഇനി ലോകവീരന്മാരുടെ ആ സമിതിയിൽ വെച്ച് അഥവാ സദസ്സിൽ വെച്ച് ഈശന്റെ ഉഗ്രമായ ധനുസ്സിനെ ആ സീതാ സ്വയംവര ഗൃഹത്തിൽ വെച്ച് 300 പേര് കൊണ്ടുവന്നതായിട്ടുള്ള വലിയ വില്ലിനെ കൈകൊണ്ടെടുത്ത് ഒരു ആനക്കുട്ടി കരിമ്പിൻ തണ്ടുടയ്ക്കുന്നത് പോലെ ഈ ലാഘവത്തോടെ അതിനെ ഞാൻ വലിച്ചു കെട്ടി അതിനെ ഒന്ന് വലിച്ചതോടുകൂടി വികൃഷ്യ ബഭഞ്ച മധ്യേ, അതിന്റെ മധ്യത്തിൽ ഭഞ്ജിക്കപ്പെട്ടു. അങ്ങനെ സുന്ദരിയായ സീതയെ തനിക്ക് അനുരൂപമായിട്ടുള്ള ഗുണവും ശീലവും വയസ്സുമെല്ലാം തികഞ്ഞവളായിട്ടുള്ള സീത എന്ന നാമധേയത്തോടുകൂടിയ ലക്ഷ്മി ദേവിയെ നേരത്തെ തന്നെ തന്റെ മാറിടത്തിൽ സ്ഥാനം കൊടുത്തിട്ടുള്ള ആ ലക്ഷ്മിയെ സ്വീകരിച്ചുകൊണ്ട് പോകുമ്പോൾ വഴിയിൽ വെച്ച് ആ ഭൃഗുപതേഹേ പ്രരൂഢം ദർപ്പം വ്യനയത്, ഭാർഗവരാമന്റെ വർദ്ധിച്ചതായിട്ടുള്ള ദർപ്പത്തെ നശിപ്പിച്ചു കളഞ്ഞു. ഏതൊരു ഭാർഗവരാമനാണോ മഹീം അകൃതയ ത്രിഹി അരാജബീജാം, ആരാണോ 28 പ്രാവശ്യം ഭൂമിയിൽ രാജാക്കന്മാരുടെ ബീജമേ ഇല്ലാതാക്കി ചെയ്തത്, അങ്ങനെയുള്ള ക്ഷത്രിയ അന്തകനായിട്ടുള്ള പരശുരാമനെ അഹങ്കാരം ശമിപ്പിച്ചു. പിന്നീട് യഹ സത്യപാശ പരിവീത പിതൃനിദേശം സ്ത്രൈണസ്യ ചാവി ശിരസാ ജഗൃഹേ സഭാര്യ, ഏതൊരു രാമനാണോ തന്റെ സത്യപാശത്താൽ ബദ്ധനായിട്ടുള്ള പിതാവിന്റെ നിർദ്ദേശത്തെ, അദ്ദേഹം സ്ത്രീജിതനായിരുന്നിട്ടും സ്ത്രീയുടെ അടിമയായതുകൊണ്ടുള്ള ആ ബന്ധമാണ്, എന്നാലും സഭാര്യനായി ശിരസാ ജഗൃഹേ, തന്റെ ശിരസ് കൊണ്ട് ഗ്രഹിച്ചു. എന്നിട്ടോ രാജ്യം ശ്രിയം പ്രണയിനഃ സുഹൃദഃ നിവാസം തെക്വാ, പ്രിയപ്പെട്ട എല്ലാറ്റിനെയും ത്യജിച്ചുകൊണ്ട് യയൗവനം, വനത്തിലേക്ക് യാനം ചെയ്തു. മുക്തസംഗഃ അസൂൻ ഇവ, മുക്തസംഗന്മാരായ യതീശ്വരന്മാർ എപ്രകാരമാണോ അവരുടെ പ്രാണനെ ഉപേക്ഷിക്കുന്നത്, അതേപോലെ യാതൊരു ഭയവും കൂടാതെ യാതൊരു ദുഃഖവുമില്ലാതെ അനായാസമായിട്ട് ഇതിനെയെല്ലാം അദ്ദേഹം ത്യജിച്ചു കൊണ്ടുപോയി എന്നർത്ഥം. ഇങ്ങനെയുള്ള അയോധ്യാകാന്ഡം, രാമൻ അയോധ്യയെ വെടിഞ്ഞ് വനത്തിലേക്ക് പോകുന്നത് വരെയുള്ളതായിട്ടുള്ള കഥയെ 8-ാം ശ്ലോകം വരെ പറഞ്ഞു. ഇനി ആരണ്യകാന്ഡം ഭാഗങ്ങൾ തുടരുകയാണ്. രക്ഷസ്വസുർവ്യകൃതരൂപമശുദ്ധബുദ്ധേഃ
തസ്യാഘരത്രിശിരദൂഷണമുഖ്യബന്ധൂൻ ജഘ്നേ ചതുർദശസഹസ്രമപാരണീയ കോദണ്ഡപാണിരടമാന ഉവാസ കൃച്ഛ്രം രക്ഷസ്വസുർവ്യകൃതരൂപമശുദ്ധബുദ്ധേഃ തസ്യാഘരത്രിശിരദൂഷണമുഖ്യബന്ധൂൻ ജഘ്നേ ചതുർദശസഹസ്രമപാരണീയ കോദണ്ഡപാണിഃ അടമാന ഉവാസ കൃച്ഛ്രം. രക്ഷസ്വസുഹു, രക്ഷസ്വസുഹു എന്ന് പറഞ്ഞാൽ രക്ഷസിന്റെ, രാക്ഷസന്റെ, രാവണന്റെ സ്വസ എന്ന് പറഞ്ഞാൽ സഹോദരി. അപ്പൊ സ്വസുഹു സഹോദരിയുടെ, ഇപ്പൊ രാക്ഷസ സോദരിയായ ശൂർപ്പണഖയുടെ എന്നർത്ഥം. അവൾ എങ്ങനെയുള്ളവള്? അശുദ്ധ ബുദ്ധേ, അശുദ്ധ ബുദ്ധിയാണ് അവൾ എന്ന് വെച്ചാലോ കാമം ആണ് അവളുടെ സ്വഭാവം. ഭൂമിയിലുള്ള നല്ല വസ്തുക്കളെയൊക്കെ സ്വന്തമാക്കണം എന്ന് കാമിക്കുന്നവളായി ശ്രീരാമനെ കാമിച്ചുകൊണ്ട് വന്നവളാണ്. ശ്രീരാമനെ ഭർത്താവായി ലഭിക്കാനായി വന്നു. പക്ഷെ അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ ക്രോധമായി അത് പരിണമിച്ചു. എന്നിട്ട് സീതയെ തന്നെ ഭക്ഷിക്കാനായിക്കൊണ്ട് ഒരുമ്പെട്ടു. അപ്പൊ തീർച്ചയായിട്ടും അശുദ്ധ ബുദ്ധി തന്നെയാണ്. അപ്പോ ആ രാക്ഷസ സോദരി അശുദ്ധ ബുദ്ധിയായിട്ടുള്ള അവളുടെ രൂപം വ്യകൃത, രൂപം വ്യകൃത എന്ന് പറഞ്ഞാൽ രൂപത്തെ വിശേഷേണ അകൃത അല്ലെങ്കിൽ വിരൂപേണ കൃത എന്നർത്ഥം. രൂപത്തെ വിരൂപമാക്കി ചെയ്തു, വികൃതമാക്കി ചെയ്തു. രൂപം വ്യകൃത. എന്നിട്ടോ ആ സമയത്ത് ഇവള് തന്റെ അവിടെയുള്ള സഹോദരന്മാരായിട്ടുള്ള ഖരദൂഷണ തൃശിരാക്കളോട് ചെന്ന് അവലാതി പറഞ്ഞു. അവര് 14,000 രാക്ഷസ സൈന്യവുമായിട്ട് രാമനെ നേരിടാനായിട്ട് വന്നു. അപ്പൊ എന്താ ചെയ്തത്? അപാരണീയ കോദണ്ഡപാണിഃ തസ്യാഹ ഖരത്രിശിരദൂഷണ മുഖ്യബന്ധൂൻ ചതുർദശസഹസ്രം ജഘ്നേ. അപ്പോ കോദണ്ഡപാണി എങ്ങനെയുള്ളവൻ? അപാരണീയ കോദണ്ഡപാണി. അപാരണീയം എന്ന് പറഞ്ഞാൽ തരണം ചെയ്യാൻ പറ്റാത്തവൻ, അതിക്രമിക്കാൻ പറ്റാത്തവൻ, കീഴ്പ്പെടുത്താൻ പറ്റാത്തവൻ എന്നർത്ഥം. ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്ത അലംഘ്യമായ കോദണ്ഡം എന്ന വില്ല് ധരിച്ചിരിക്കുന്നവനാണ് രാമൻ. അങ്ങനെയുള്ള വില്ല് ധരിച്ച കോദണ്ഡപാണിയായ രാമൻ തസ്യാഹ അവളുടെ ആ ശൂർപ്പണഖയുടെ ഖര ത്രിശിര ദൂഷണ മുഖ്യ ബന്ധൂൻ, ഖരൻ, ത്രിശിരസ്, ദൂഷണൻ മുതലായ ബന്ധുക്കളെ, ആ ജനസ്ഥാനം എന്ന് പറയുന്ന പഞ്ചവടിയിലെ അവിടെ ഉണ്ടായിരുന്നവരായ അർദ്ധ സഹോദരന്മാരായ ഖരദൂഷണ ത്രിശിരാക്കൾ എന്ന് പറയുന്ന 3 പേരും അവരുടെ സൈന്യങ്ങളെയും, അതാണ് ചതുർദശ സഹസ്രം, ചതുർദശം 14, സഹസ്രം 1000. അപ്പൊ 14,000 പേരെയും എന്താ പറയാ 3.25 നാഴിക കൊണ്ട് എന്ന് രാമായണ ഭാഷയില് ജഗ്നേ ഹനിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് വനത്തിൽ അടമാനഹ കൃത്സ്രം ഉവാസ, വനത്തിൽ അരണ്യത്തിൽ സഞ്ചരിച്ചുകൊണ്ട് കൃത്സ്രം ആ കഷ്ടതകളൊക്കെ അനുഭവിച്ചുകൊണ്ട്, വനവാസ കഷ്ടതകളൊക്കെ അനുഭവിച്ചുകൊണ്ട് വനത്തിൽ വസിച്ചു. അനേക ദുഷ്ടന്മാരായിട്ടുള്ള രാക്ഷസന്മാരെ വധിച്ചുകൊണ്ട്, മഹാത്മാക്കളായ മഹർഷീശ്വരന്മാരെ സന്ദർശിച്ചുകൊണ്ട്, ആശ്രമങ്ങളിലെല്ലാം സഞ്ചരിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു എന്ന് പറയണം. അടമാനഹ കൃത്സ്രം ഉവാസ, വനത്തിൽ പര്യടനം ചെയ്യുന്നവനായിക്കൊണ്ട് കൃത്സ്രമായിട്ട്, വളരെ എന്താ പറയുക, രാജകൊട്ടാരത്തില് താരതമ്യം ചെയ്യുമ്പോൾ ക്ലേശം നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വാസസ്ഥാനത്തെ അദ്ദേഹം അവിടെ വസിച്ചു എന്നർത്ഥം. അങ്ങനെ തുടർന്ന് രാവണൻ മാരീചനെ അയച്ച് രാമലക്ഷ്മണന്മാരെ അകറ്റുന്നതും സീതയെ തട്ടിക്കൊണ്ടുപോകുന്നതും രാമൻ മാരീചനെ വധിക്കുന്നതുമായിട്ടുള്ള കഥയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. സീതാകഥാശ്രവണദീപിതഹൃച്ഛയേന സൃഷ്ടം വിലോക്യ നൃപതേ ദശകന്ധരേണ ജഗ്നേ അദ്ഭുതൈണ വപുഷാശ്രമതോപകൃഷ്ടോ മാരീചമാശു വിശിഖേന യഥാ കമുഗ്രഹ. സീതാകഥാശ്രവണദീപിതഹൃച്ഛയേന സൃഷ്ടം വിലോക്യ നൃപതേ ദശകന്ധരേണ ജഗ്നേ അത്ഭുതൈണ വപുഷാശ്രമതോപകൃഷ്ടോ മാരീചമാശു
വിശികേന യഥാ കമുഗ്രഹം. അപ്പോ ശൂർപ്പണഖ ചെന്ന് രാവണനോട് സീതയുടെ സൗന്ദര്യവും മഹാത്മ്യവും ഐശ്വര്യവും എല്ലാം വർണ്ണിച്ചു. അതാണ് സീതാ കഥാ ശ്രവണദീപിത ഹൃച്ഛയേന ദശകന്ധരേണ. ദശകന്ധരൻ 10 കഴുത്തുള്ളവൻ. കന്ധരം കഴുത്ത്. അപ്പൊ 10 കഴുത്തനെ ശൂർപ്പണഖ ചെന്ന് എന്ത് പറഞ്ഞു? സീതാ കഥ പറഞ്ഞു. സീതയുടെ മഹാത്മ്യം വർണ്ണിച്ചു, സീതയുടെ സൗന്ദര്യം വർണ്ണിച്ചു. ആരാണോ സീതയെ സ്വന്തമാക്കുന്നത് അവന് ഈ ലോകങ്ങളെല്ലാം സ്വന്തമാകുന്നു എന്നുള്ളതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ചു. അതാണ് ശ്രവണദീപിതം. ശ്രവണം കേൾക്കുക, അതിലൂടെ ദീപിതം, ഉദ്ദീപിതം, പ്രചോദിതം, പ്രലോഭിതം എന്നൊക്കെ പറയാം. ഉള്ളിൽ ആളിക്കത്തുകയാണെന്ത്? ഹൃച്ഛയം. ഹൃച്ഛയം എന്ന് പറഞ്ഞാൽ കാമം. അപ്പൊ ഹൃദയത്തിലെ കാമത്തെ ദീപിപ്പിച്ചു അഥവാ ഉജ്ജ്വലിപ്പിച്ചു, വളർത്തിയെടുത്തു. അല്ലെ, മങ്ങി മങ്ങി കത്തുന്ന അഗ്നിയെ നമ്മൾ ഊതിയിട്ടോ കാറ്റുകൊണ്ട് വീശിയിട്ടോ വിശറി കൊണ്ട് വീശിയിട്ടോ ഒക്കെ ആളിക്കത്തിക്കും. അതുപോലെ ഇവിടെ സീതയുടെ സൗന്ദര്യ വർണ്ണന കൊണ്ടാണ്, അത് കേട്ടിട്ടാണ് ഈ രാവണന്റെ ഉള്ളിലെ ഹൃച്ഛയം ദീപിതമായത്, ജ്വലിച്ചു വന്നത്, കാമം പ്രകടമായി വന്നു. അങ്ങനെ ആ ദശകന്ധരനാൽ, രാവണനാൽ സൃഷ്ടം അത്ഭുതൈണ വപുഷം. സൃഷ്ടം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഇവിടെ അദ്ദേഹത്താൽ നിശ്ചയിക്കപ്പെട്ട് മാരീചനെ പറഞ്ഞയച്ചു. എന്തോടുകൂടിയിട്ട്? അത്ഭുത ഏണ വപുഷ ആശ്രമതഃ അപകൃഷ്ടഃ യഃ മാരീചം ഉഗ്രഹ കം യഥാ ജഗ്നേ. അപ്പൊ ആ മാരീചനെയാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ആ മാരീചൻ രാവണനാൽ സൃഷ്ടിക്കപ്പെട്ടവൻ. അത്ഭുത ഏണവപുഷ, അത്ഭുതമായിട്ടുള്ള ഏണവപുസ്. ഏണമെന്നാൽ മാന്. ഇവിടെ അത്ഭുതം എന്ന് പറഞ്ഞത് പൊന്മാനായിട്ടാണ് വന്നത്. അല്ലെ, വളരെ എന്താ പറയാ, പൊൻനിറത്തിലും അതില് എന്താ പറയാ വെള്ളികൾ കൊണ്ടുള്ളതായിട്ടുള്ള പുള്ളികളോടുകൂടി വളരെ മനോഹരമായിട്ടുള്ള രൂപത്തോടു കൂടിയിട്ട് അത്ഭുതമായിട്ടുള്ള ഏണമായിട്ട് വന്നു, മാനായിട്ട് വന്നു. എന്നിട്ട് ആശ്രമതഃ അപകൃഷ്ടഃ യഃ. ഏതൊരു രാമനാണോ ആശ്രമത്തിൽ നിന്ന് അപകൃഷ്ടനാക്കപ്പെട്ടത്, അപകർഷിക്കപ്പെട്ടത്, അപകർഷിക്കുക എന്ന് പറഞ്ഞാൽ ദൂരേക്ക് അകറ്റുക, ദൂരേക്ക് ആകർഷിക്കപ്പെട്ടിട്ട് ഏതൊരുവനാണോ മാരീചം ജഗ്നേ, മാരീചനെ ഹനിച്ചത്, ആ കോസലേന്ദ്രൻ നമ്മെ രക്ഷിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. ഏതൊരു രാമനാണോ രാവണനാൽ പ്രേരിതനായി വന്ന അത്ഭുതമാനായി വന്നതായിട്ടുള്ള മാരീചനെ വധിച്ചത്, ആ രാമൻ കോസലേന്ദ്രൻ നമ്മെ രക്ഷിക്കട്ടെ. കോസലേന്ദ്രോ അവതാന്ന എന്ന് ചേർത്ത് വായിക്കണം എന്ന് ഇന്നലെ സൂചിപ്പിച്ചു. അപ്പോ മാരീചം ജഗ്നെ, ഏതുപോലെ ഉഗ്രഹ കം യഥാ. ഉഗ്രഹ കം യഥാ. ഉഗ്രഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ശിവൻ എന്നർത്ഥത്തിലാണ് ഉഗ്രശബ്ദം. കം എന്നുള്ളത് പ്രജാപതിം. ഏത് പ്രജാപതി? ദക്ഷ പ്രജാപതിം. അപ്പൊ മഹാദേവൻ എങ്ങനെയാണോ ദക്ഷ പ്രജാപതിയെ വധിച്ചത്, ഇവിടെ മഹാദേവൻ ഏത് രൂപത്തിലാണ് ദക്ഷ പ്രജാപതിയെ വധിച്ചത്? വീരഭദ്രസ്വാമിയായിട്ട്. അപ്പൊ മഹാദേവനാൽ പറഞ്ഞയക്കപ്പെട്ട വീരഭദ്രസ്വാമി ദക്ഷ പ്രജാപതിയെ ശിരച്ഛേദം ചെയ്ത് വധിച്ചതുപോലെ ഇവിടെ ശ്രീരാമസ്വാമി മാരീചനെ വധിച്ചു. അങ്ങനെ ഏതൊരു ശ്രീരാമസ്വാമിയാണോ മാരീചനെ, രാവണ പ്രേരിതനായി പൊന്മാനായി വന്ന മാരീചനെ വധിച്ചത്, ആ ശ്രീരാമസ്വാമി നമ്മയെല്ലാം രക്ഷിക്കട്ടെ. കോസലേന്ദ്രോ അവതാന്ന. അപ്പോ ശൂർപ്പണഖ സീതയെക്കുറിച്ച് വർണ്ണിച്ചപ്പോൾ കാമം ഉദ്ദീപിപ്പിക്കപ്പെട്ട രാവണനാലാണ് മാരീചൻ പ്രേരിതനായി പൊന്മാനായി വന്ന് രാമനെ അകറ്റിക്കൊണ്ടുപോയത്. ആ കഥയാണ് 10ാം ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി 11. രക്ഷോധമേന ഭൃഗവത് വിപിനയ സമക്ഷം വൈദേഹരാജദുഹിതര്യപയാപിതായാം ഭ്രാത്രാവനേ കൃപണവത് പ്രിയയാ വിയുക്തഃ സ്ത്രീസംഗിനാം ഗതിമിതി പ്രദയം ചചാര. രക്ഷോധമേന ഭൃഗവത് വിപിനയ സമക്ഷം
വൈദേഹരാജദുഹിതര്യപയാപിതായാം ഭ്രാത്രാവനേ കൃപണവത്പ്രിയയാ വിയുക്തഃ സ്ത്രീസംഗിനാം ഗതിമിതി പ്രതയംശ്ചചാര. രക്ഷോധമേന വൃഗവത് വിപിനെ അസമക്ഷം വൈദേഹരാജദുഹിതരി അപയാപിതായാം സത്യ. അപയാപിത എന്ന് പറഞ്ഞാൽ ദൂരേക്ക് കൊണ്ടുപോവുക, തട്ടിക്കൊണ്ടുപോവുക, അപഹരിച്ചു കൊണ്ടുപോവുക എന്നൊക്കെ അർത്ഥം. അപ്പൊ ആരാണ് അപയാപിതയായത്? വൈദേഹരാജദുഹിതരി അപയാപിതായാം സത്യാം. സതി സപ്തമി എന്നൊരു പ്രയോഗമാണ്. അങ്ങനെയായപ്പോൾ, അങ്ങനെ ഇരിക്കുമ്പോൾ. ഇപ്പൊ വൈദേഹരാജ ദുഹിതരി സപ്തമി പ്രയോഗമാണ്. വൈദേഹരാജ ദുഹിത, വൈദേഹരാജൻ വിദേഹരാജാവായ ജനകൻ, അദ്ദേഹത്തിന്റെ ദുഹിത എന്ന് പറഞ്ഞാൽ മകൾ. ആ മകൾ അപയാപിതയായപ്പോൾ എന്ന് പറയാനാണ് ദുഹിതരി അപയാപിതായാം സത്യാം എന്ന് പ്രയോഗം. ആരാൽ? രക്ഷോധമേന. രക്ഷോധമൻ രാക്ഷസാധമൻ, ചതിയൻ, വഞ്ചകൻ. പരന്റെ ഭാര്യയെ അവന്റെ അസമക്ഷത്തിൽ വെച്ച്, അതാണ് ഭൃഗവത് വിപിനെ അസമക്ഷം. അസമക്ഷം എന്ന് പറഞ്ഞാല് സമക്ഷത്തിലല്ലാതെ, കണ്ണിന്റെ മുമ്പിലല്ല. രാമൻ കാത്ത് അവിടെ അടുത്തുള്ളപ്പോഴല്ല തട്ടിക്കൊണ്ടുപോകുന്നത്. രാമന്റെ അസമക്ഷത്തിൽ വിപിനെ കാട്ടിൽ വെച്ച് വൃഗവത്. വൃഗവത് എന്ന് പറഞ്ഞാൽ ചെന്നായിയെ പോലെ. ചെന്നായി എങ്ങനെയാണോ രാത്രിയിൽ വന്ന് യജമാനൻ ഉറങ്ങുന്നതായിട്ടുള്ള സമയത്തോ യജമാനൻ ദൂരെ ആയിരിക്കുന്ന സമയത്തോ ആട്ടിൻകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് അല്ലേ? മൃഗങ്ങൾ, ചെന്നായികൾ യജമാനന്റെ അഭാവത്തിൽ അസമക്ഷത്തിൽ വെച്ച് ആട്ടിൻകുട്ടികളെ തട്ടിക്കൊണ്ടുപോകും. അപ്പൊ അതുപോലെയാണ് രാമന്റെ അസമക്ഷത്തിൽ വെച്ച് രാക്ഷസാധമനായിട്ടുള്ള ഈ രാവണൻ ഒരു ചെന്നായയെ പോലെ പതുങ്ങി വന്ന്, അല്ലെ, ആട്ടിൻ തോലിട്ട ചെന്നായ നമ്മൾ പറയാറുണ്ട്. ഇവിടെ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളും ആടിനെ ഭക്ഷിക്കും വന്നിട്ട്, വേഷം മാറി വന്നിട്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ സന്യാസി വേഷത്തിൽ വന്നു. അതുകൊണ്ട് മൃഗവത് എന്നുള്ള പ്രയോഗം പല അർത്ഥങ്ങളെ സൂചിപ്പിക്കുന്നു. ഒരു ആട്ടിൻ തോലിട്ട ചെന്നായ എങ്ങനെയാണോ ആട്ടിൻ കൂട്ടത്തിൽ വന്ന് ആടുകളെ ഭക്ഷിക്കുന്നത്, അതുപോലെ തന്നെ ഇവിടെ സന്യാസി വേഷത്തിൽ വന്ന ഈ കള്ളച്ചെന്നായ സീതയെ വിശ്വസിപ്പിച്ച് സീതയെ തട്ടിക്കൊണ്ടുപോകുന്നതായിട്ടുള്ള രംഗം. വൈദേഹരാജദുഹിതരി അപയാപിതായാം സത്യാം ഭ്രാത്രാ വനേ കൃപണവത് പ്രിയയാ വിയുക്ത. അങ്ങനെ പോകുമ്പോ പ്രിയയാ വിയുക്ത, തന്റെ പ്രിയതമയാൽ വിയുക്തനാക്കപ്പെട്ടു. കൃപണവത്, ഒരു ദീനനായിക്കൊണ്ട്. ഭ്രാതാവിനോടുകൂടെ, ലക്ഷ്മണനോടുകൂടെ. വനേ ചചാര, വനത്തിൽ ചരിച്ചുകൊണ്ടിരുന്നു, സഞ്ചരിച്ചുകൊണ്ടിരുന്നു, സീതയെ തെരഞ്ഞുകൊണ്ടിരുന്നു. എന്ത് പ്രകടിപ്പിച്ചുകൊണ്ട്? സ്ത്രീസംഗിനാം ഗതിം ഇതി പ്രഥയൻ. സ്ത്രീസംഗിനാം ഗതിം ഇതി പ്രഥയൻ. പ്രഥയൻ എന്ന പ്രകർഷേണ പ്രഖ്യാപിച്ചുകൊണ്ട്, നന്നായി ലോകത്തിന് പറഞ്ഞുകൊടുത്തുകൊണ്ട്. എന്താ പറയുന്നത്? സ്ത്രീസംഗിനാം ഗതിം ഇതി. സ്ത്രീകളോട് അമിതമായിട്ടുള്ള സംഘമുള്ളവർക്ക് ഇതാണ് ഗതി എന്ന് ലോകത്തിനെ കാണിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭു തന്റെ സഹോദരനോടുകൂടെ കാട്ടില് സീതയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു സീതാന്വേഷണം, അദ്ദേഹത്തിന്റെ ആ ദൈന്യ അവസ്ഥയെ കാണിച്ചു തരികയാണ്. സ്ത്രീകളോട് അമിതമായ അടിമത്തം ഉണ്ടായാൽ തീർച്ചയായിട്ടും അവന്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ദൈന്യം വന്നു ചേരും. അവന്റെ പൗരുഷം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ആരും സ്ത്രീകളുടെ അടിമയാവാതിരിക്കുക എന്നുള്ളൊരു സന്ദേശം ലോകത്തിന് ഈ രാമന്റെ ഈ യാത്രയിലുണ്ടോ എന്നാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. സ്ത്രീസംഗിനാം ഗതിം ഇതി പ്രതയൻ. ഇങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ വരാനിരിക്കുന്ന ഗതി. ആരാണോ സ്ത്രീകളോട് വല്ലാതെ വിധേയത്വമുള്ളത്, സ്ത്രീകളെ വല്ലാതെ തന്റെ സുഖത്തിനായി ആശ്രയിക്കുന്നത്,
അവർക്കൊക്കെ ജീവിതത്തിലെ ദുരിതങ്ങൾ ദുരന്തങ്ങൾ പരമ്പരയാ വന്നു ചേരും എന്ന് ഉള്ളതായിട്ടുള്ള അവസ്ഥയെ, ദൈന്യാവസ്ഥയെ പ്രകടിപ്പിച്ചുകൊണ്ട് രാമൻ സഞ്ചരിച്ചു. സഹോദരനോടുകൂടി കാട്ടിൽ സഞ്ചരിച്ചു. സ്ത്രീകൾക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ കുറച്ച് ദേഷ്യം വരും. അപ്പൊ ഞങ്ങൾ സങ്കടപ്പെടുന്നില്ലേ? നിങ്ങളുടെ സംഘം കൊണ്ട്, പുരുഷന്മാരുമായിട്ടുള്ള സംഘം കൊണ്ട് സ്ത്രീകൾക്കും സങ്കടമില്ലേ? അതെ, സംഘം മൊത്തത്തിലെല്ലാം കഷ്ടം തന്നെയാണ്. എല്ലാ സംഘവും ദുഃഖത്തിനുള്ളതാണ്. സംഘം അധികമായാൽ, അഥവാ സംഘം എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസിയാണ്. സുഖം കിട്ടും എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടുള്ള ഡിപ്പെൻഡൻസി, അത് തന്നെയാണ് സംഘം. സംഘം തീർച്ചയായിട്ടും ആരോടാണെങ്കിലും, കുട്ടികളോടാണെങ്കിലും പേരക്കുട്ടികളോടാണെങ്കിലും സമൂഹത്തിലുള്ള ആരോടാണെങ്കിലും, ഇനി ഏതെങ്കിലും ജന്തുക്കളോടാണെങ്കിലും ഏതെങ്കിലും വസ്തുക്കളോടാണെങ്കിലും, ഏത് വസ്തുക്കളോടുള്ളതായിട്ടുള്ള സംഘവും ദുഃഖ കാരണമാണ്. സംഘം തന്നെയാണ് സംസാര കാരണം, അല്ലെ? നമ്മുടെ കപില ഭഗവാന്റെ അഭിപ്രായം തന്നെയാണ്. ഛേദഖൽവസ്യ ബന്ധായ മുക്തയേ ചാത്മനോമതം ബന്ധായ വിഷയാസക്തം രതം വാ പുംസി മുക്തയേ. ബന്ധായ വിഷയാസക്തം, വിഷയാസക്തം ചേതഃ ബന്ധായ. ഏത് വിഷയത്തില് ആസക്തിയുണ്ടോ, സംഘമുണ്ടോ, അത് ബന്ധത്തിന് കാരണമാകുന്നു, ദുഃഖത്തിന് കാരണമാകുന്നു. അപ്പൊ ഇവിടെ എന്താ പറയുക, പുരുഷന്മാർക്ക് ഒരു ജാഗ്രതയ്ക്ക് വേണ്ടി ഒരു കൊട്ടു കൊടുത്തതാണ് സ്ത്രീ സംഗിനാം ഗതിമിതി പ്രതയൻ ചചാര. തുടർന്ന് സീതാന്വേഷണം തുടരുമ്പോൾ വഴിയിലെ ജടായുവിനെ കാണുന്നതും ആ ജടായുവിന് ഗതി കൊടുക്കുന്നതും, പിന്നെ സുഗ്രീവനുമായി സഖ്യം ചെയ്യുന്നതും, ബാലിവധം ചെയ്യുന്നതും, വാനര സൈന്യത്തോടുകൂടി ലങ്കയിലേക്ക് പോകുന്നതുമായിട്ടുള്ള കഥയാണ് 12-ാം അധ്യായത്തില്. ദഗ്ധ്വാത്മകൃത്യ ഹതകൃത്യമഹൻ കബന്ധം സഖ്യം വിധായ കപിഭിർദയിതാഗതിം തൈഃ ബുദ്ധ്വാദ ബാലിനി ഹതേ പ്ലവകേന്ദ്ര സൈന്യൈഃ വേലാമഗാത് സമനുജോ ജബവാർച്ചിതാംഗ്രിഃ. ദഗ്ധ്വാത്മകൃത്യ ഹതകൃത്യമഹൻ കബന്ധം സഖ്യം വിധായ കപിഭിർദയിതാഗതിം തൈഃ ബുദ്ധ്വാദ ബാലിനി ഹതേ പ്ലവകേന്ദ്ര സൈന്യൈഃ വേലാമഗാത് സമനുജോ ജബവാർച്ചിതാംഗ്രിഃ. ഇപ്പോ 19-ാം ശ്ലോകത്തിലെ ആദ്യ വരി ജടായുഗതിയെ പറയുന്നു, അത് ആരണ്യകാന്ഡം. തുടർന്ന് 2ഉം 3ഉം വരികൾ കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം. 2 കാണ്ഡങ്ങളെ 2 വരിയില് ഒതുക്കി മിക്സ് ചെയ്തിട്ടാണ്, വേറെ തിരിച്ച് പറയാൻ പറ്റില്ല. 2ാം വരി കിഷ്കിന്ധാകാന്ഡം, 3ാം വരി സുന്ദരകാന്ഡം എന്ന് പറയാൻ പറ്റില്ല. സുന്ദരകാന്ഡൻ 2 വാക്കുകളിലൂടെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ദയിതാഗതിം ബുദ്ധ്വ എന്നുള്ള 2 വാക്കുകൾ. ദയിതാഗതിം ബുദ്ധ്വ, ഭാര്യയുടെ അവസ്ഥയെ അറിഞ്ഞിട്ട്. അതെങ്ങനെ അറിഞ്ഞത്? തൈഹി, ഈ വാനരന്മാരാൽ. എന്നുവെച്ചാൽ ഹനുമാൻ സ്വാമി പോയിട്ട് ലങ്കയിൽ പോയി തിരിച്ചു വന്ന് തന്റെ ഭാര്യ എവിടെയുണ്ട് എന്നുള്ള കാര്യം വന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ അതിനെ 3 വാക്കുകൾ വേണമെങ്കിൽ, ദയിതാഗതി തൈഹി ബുദ്ധ്വ, 3 വാക്കുകളെ കൊണ്ട് സുന്ദരകാന്ഡം ചുരുക്കി. അതിന് അപ്പുറവും ഇപ്പുറവും സഖ്യം വിദായ കവിഭിഹി ബാലിനി ഹതേ, അത്രയും വാക്കുകളെ കൊണ്ട് കിഷ്കിന്ധാകാന്ഡവും പ്ലവകേന്ദ്ര സൈന്യർ വേലാമഗാത് സമനുജോ അജബവാർച്ചിതാംഗ്രി എന്നതുകൊണ്ട് യുദ്ധകാന്ഡത്തിലേക്ക് പ്രവേശിച്ചു. ഇനി തുടർന്ന് യുദ്ധകാന്ഡം വർണ്ണിക്കുന്നു. അപ്പോ ദഗ്ധ്വാത്മകൃത്യ ഹതകൃത്യം അഹൻ കബന്ധം, ആദ്യത്തെ വരിയില് ആരണ്യകാന്ഡം തന്നെ. ദഗ്ധ്വാ ആത്മകൃത്യ ഹതകൃത്യം, ആത്മകൃത്യ ഹതകൃത്യം. ജടായു എന്ന് പ്രത്യക്ഷത്തിൽ പറയാതെ ആത്മകൃത്യ ഹതം ഹതകൃത്യം. ആത്മകൃത്യം എന്ന് പറഞ്ഞാൽ തന്റെ കർത്തവ്യം ചെയ്യുകയായിരുന്നു. എന്താ കർത്തവ്യം?
ജടായു രാമന് പ്രോമിസ് ചെയ്തിരുന്നു, ഞാൻ അങ്ങേക്ക് സഖാവായി, അങ്ങേക്ക് കൂട്ടുകാരനായി, കാവൽക്കാരനായി ഇവിടെ ഉണ്ടാവും എന്ന്. അല്ലേ? ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചതായിട്ടുള്ള സമയത്ത് പഞ്ചവടി സമീപത്ത് വെച്ച് ആദ്യം ജടായുവിനെ കണ്ടപ്പോ ഏതോ രാക്ഷസനാണെന്ന് കരുതി രാമൻ കൊല്ലാനായിട്ട് പുറപ്പെട്ടതായിട്ടുള്ള സമയത്ത് ജടായു രാമനോട് പറഞ്ഞു, അയ്യോ, ഞാൻ അങ്ങയുടെ ശത്രുവല്ല, ഞാൻ രാക്ഷസനല്ല, ഞാൻ ജടായു എന്ന പക്ഷിയാണ്, അങ്ങയുടെ അച്ഛന് ദൈതനാണ്, പ്രിയപ്പെട്ടവനാണ്, അങ്ങേക്ക് ഞാൻ സഹായിയായി, കൂട്ടുകാരനായി ഇവിടെ കാവലായിട്ട് വർത്തിച്ചുകൊള്ളാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ ജടായു തന്റെ സ്വാമിയായ ശ്രീരാമസ്വാമിയുടെ അഭാവത്തിൽ രാവണൻ സീതയെ കട്ടുകൊണ്ടുപോകുമ്പോൾ തന്നാലാവുന്ന ആത്മകൃത്യം, തന്റെ കർത്തവ്യം ചെയ്യുമ്പോൾ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ കൃത്യം ഹതമാക്കപ്പെട്ടു. കൃത്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കർത്തവ്യം നശിപ്പിക്കപ്പെട്ടു. ഹതകൃത്യം, നശിപ്പിക്കപ്പെട്ട ഉദ്ദേശ്യം അഥവാ കൃത്യം ചെയ്യാൻ പറ്റിയില്ല. തന്റെ കർത്തവ്യം ചെയ്യുമ്പോൾ നശിപ്പിക്കപ്പെട്ട കൃത്യത്തോടു കൂടിയവനായി, എന്ന് വെച്ചാൽ സ്വയം കൊല്ലപ്പെട്ടതോടുകൂടി തന്റെ കർത്തവ്യം ചെയ്യാൻ പറ്റാത്തവനായി തീർന്ന, കർത്തവ്യഭംഗമേർപ്പെട്ടവനായിട്ടുള്ള ആ ജടായുവിനെ ദദ്വാ ജടായുവിന് ഗതി കൊടുത്ത്, മോക്ഷം കൊടുത്ത്, ആശ്വസിപ്പിച്ച് ആ ജടായുവിന്റെ ശരീരത്തെ ദഹിപ്പിച്ച് ഉദകക്രിയാദികളൊക്കെ ചെയ്തിട്ട് പിന്നീട് അഹൻ കബന്ധം, പിന്നീട് രാമലക്ഷ്മണന്മാർ കബന്ധന്റെ കയ്യിൽ ചെന്ന് പെടുന്നുണ്ട്. ആ കബന്ധനെ വധിക്കുന്നു. അതാണ് അഹൻ കബന്ധം. ആ കബന്ധന്റെ നിർദ്ദേശപ്രകാരമാണ് പിന്നെ സുഗ്രീവനുമായിട്ട് ചെന്ന് സഖ്യം ചെയ്യുന്നത്. അതാണ് സഖ്യം വിദായ കബിഭിഹി. കബിഭിഹി സഖ്യം വിദായ, വാനരന്മാരോട് സുഗ്രീവനോട് ചെന്ന് സഖ്യത്തെ ചെയ്തിട്ട് തൈഹി ബുദ്ധ്വാദ ദയിതാഗതിം തൈഹി ബുദ്ധ്വാ, പ്രിയതമയായ സീതയുടെ ഗതിയെ, എവിടെയാണ് ഇരിക്കുന്നത് എന്ന ലക്ഷ്യത്തെ, അവളുടെ അവസ്ഥയെ എന്നൊക്കെ അർത്ഥം. തൈഹി ബുദ്ധ്വാ, തൈഹി കവിഭിഹി, ആ കവികളാൽ ബുദ്ധ്വാ അറിഞ്ഞിട്ട്, കവികളുടെ സഹായം കൊണ്ട് സീതയുടെ അവസ്ഥയെ അറിഞ്ഞിട്ട് ബാലിനി ഹതേ, ബാലി ശബ്ദമാണ്, അതിന്റെ സപ്തമിയാണ് ബാലിനി. ഹതേ സതി സപ്തമി, ബാലിനി ഹതേ സതി. ബാലി കൊല്ലപ്പെട്ട ശേഷം പ്ലവകേന്ദ്ര സൈന്യൈഹി, പ്ലവകേന്ദ്രന്മാര് വാനരേന്ദ്രന്മാര്, ചാടി സഞ്ചരിക്കുന്നവർ, പ്ലവകം ആണ്, പ്ലവേന ഗച്ഛതി, ചാടി സഞ്ചരിക്കുന്നവർ, അവരുടെ ഇന്ദ്രന്മാര്, കേമന്മാരായിട്ടുള്ള വാനരന്മാര്, അവരുടെ സൈന്യം അഥവാ അവരുടെ സുഗ്രീവ സൈന്യൈഹി എന്നർത്ഥം. സുഗ്രീവ സൈന്യത്തോടുകൂടെ വേലാം അഗാദ്, അപ്പൊ പ്ലവകേന്ദ്ര സൈന്യൈഹി വേലാം അഗാദ്, വേല എന്ന് പറഞ്ഞാൽ സമുദ്രതീരം, അഗാദ് ഗമിച്ചു. അപ്പോ സുന്ദരകാന്ഡം ഹനുമാൻ സ്വാമിയുടെ പേരൊന്നും ഇവിടെ പറഞ്ഞില്ല. വിളിച്ചുകൊണ്ടേയിരിക്കും. വേലാമഗാത് സ മനുജഃ, സഹ, മനുജനായ അവൻ, മനുജനായ രാമൻ. എങ്ങനെയുള്ളവനാണ്? പക്ഷേ മനുഷ്യ അവതാരമെടുത്തപ്പോഴും അജ ഭവ അർച്ചിത അംഗ്രിഹി. അജൻ ബ്രഹ്മദേവൻ, ഭവൻ മഹാദേവൻ. ഇവർ രണ്ടുപേരാലും, ബ്രഹ്മാവിനാലും മഹാദേവനാലും അർച്ചിതമായ അംഗ്രിയോടുകൂടിയവൻ, പൂജിക്കപ്പെടുന്ന പാദങ്ങളോടുകൂടിയവൻ, പൂജ്യപാദൻ. ബ്രഹ്മദേവനും മഹാദേവനും പോലും ഏതൊരുവനെ പൂജിക്കുന്നുവോ ആ ഭഗവാൻ നാരായണൻ വിഷ്ണു മനുഷ്യനായി അവതരിച്ച് ഇവിടതാ
വാനര സൈന്യ സഹായത്തോടുകൂടെ സമുദ്രതീരത്തെ പ്രാപിച്ചു. വേലാം അഗാത്. ദഗ്ധ്വാത്മകൃത്യ ഹതകൃത്യം അഹങ്കബന്ധം സഖ്യം വിധായ കവിഭിഃ ദയിതാഗതിം തൈഃ ബുദ്ധ്വാ അത ബാലിനിഹതേ പ്ലവകേന്ദ്ര സൈന്യൈഃ വേലാമഗാത് സമനുജോജഭവാർച്ചിതാംഘ്രിഃ. യദ്രോഷ വിഭ്രമ വിവൃത്തകടാക്ഷപാദ സംഭ്രാന്തനക്രമകരോ ഭയഗീർണഘോഷഃ സിന്ധുശിരസ്യർഹണം പരിഗൃഹ്യ രൂപീ പാദാരവിന്ദമുപഗമ്യ ബഭാഷയേതത്. യദ്രോഷ വിഭ്രമ വിവൃത്തകടാക്ഷപാദ സംഭ്രാന്തനക്രമകരോ ഭയഗീർണഘോഷഃ സിന്ധുശിരസ്യർഹണം പരിഗൃഹ്യ രൂപീ പാദാരവിന്ദമുപഗമ്യ ബഭാഷയേതത്. അപ്പോ യദ്രോഷ വിഭ്രമ വിവൃത്ത കടാക്ഷപാദ സംഭ്രാന്ത നക്രമകരഃ ഭയഗീർണഘോഷഃ സിന്ധുഃ. സിന്ധുഃ എന്ന് പറഞ്ഞാൽ സമുദ്രം. ആ സമുദ്രം എങ്ങനെയുള്ളവനായിട്ട്? ഭയഗീർണഘോഷഃ, ഭയം കൊണ്ട് ഗീർണമായത്, സ്തംഭിപ്പിക്കപ്പെട്ടത് ഒക്കെ അർത്ഥമാണ്. എന്താ ഘോഷം? ശബ്ദം. അപ്പോ വലിയ കോപത്തോടുകൂടിയ ഭഗവാന്റെ ആ നോട്ടം കാരണം ഏതാണ്? യദ് രോഷ വിഭ്രമ വിവൃത്ത കടാക്ഷപാദം. യദ് രോഷം, യസ്യ രോഷം, ഏതൊരു ശ്രീരാമന്റെ രോഷം. എന്തിനായിരുന്നു രോഷം? 3 ദിവസം സമുദ്ര തീരത്ത് ഉപവാസമനുഷ്ഠിച്ചുകൊണ്ട് സമുദ്രദേവതയോട് തനിക്ക് വഴിതരാനായിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആരാ? മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ആജഭവാർച്ചിതാംഘ്രിഃ. ബ്രഹ്മദേവനും മഹാദേവനും അടക്കം പൂജിക്കുന്ന പാദത്തോടുകൂടിയവൻ മനുഷ്യരൂപമാണെന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ 3 ദിവസം വരുണനെ പ്രീതിപ്പെടുത്താനായിട്ട് തപസ്സനുഷ്ഠിച്ചു. പക്ഷേ വരുണൻ പ്രസാദിച്ചില്ല. അപ്പുണ്ടായ രോഷം. ലക്ഷ്മണനോട് അമ്പും വില്ലും കൊണ്ടുവരാൻ പറഞ്ഞു. സമുദ്രത്തെ വറ്റിക്കാനായിട്ട് പുറപ്പെട്ടു. ആ സമയത്ത് വിഭ്രമ വിവൃത്ത കടാക്ഷം, രോഷം കൊണ്ട് വിഭ്രമിക്കപ്പെട്ടത്. കോപം ഉണ്ടാവുമ്പോ കണ്ണിന് ഒരു കറക്കം ഉണ്ട്. ആ കണ്ണ് ഉരുട്ടിക്കൊണ്ട് രോഷവിഭ്രമം കൊണ്ട് വിവൃത്തം, വിശേഷണ പുറത്തേക്ക് തുറച്ചതായിട്ടുള്ള കണ്ണിന്റെ ആ കടാക്ഷപാദം, ഭഗവാന്റെ കടാക്ഷത്തിന്റെ ആ കണ്ണിന്റെ അഗ്രം കൊണ്ടുള്ളതായിട്ടുള്ള നോട്ടം കൊണ്ട് സംഭ്രാന്ത നക്രമകരഃ, ആ സമുദ്രത്തില് നക്രങ്ങളും മകരങ്ങളുമെല്ലാം സംഭ്രാന്തരായി, സംഭ്രമിച്ചു. എന്നുവെച്ചാൽ മുതലകളും മത്സ്യങ്ങളുമെല്ലാം ഇളകി മറിഞ്ഞു. തിമിംഗിലങ്ങളൊക്കെ ഭയപ്പെട്ട് ഇളകി മറിയായിരുന്നു. അങ്ങനെയുള്ള സിന്ധു ഭയഗീർണഘോഷ, ഭയത്താൽ ജീർണമായ സ്തംഭിക്കപ്പെട്ടതായിട്ടുള്ള ശബ്ദത്തോടു കൂടിയതായിട്ടുള്ള സമുദ്രം ഇവിടെ രൂപീ എന്ന് പറയുന്നുണ്ട്. രൂപമെടുത്തിട്ട് ആ സമുദ്രദേവത വരുണൻ രൂപമെടുത്തുകൊണ്ട് ശിരസി അർഹണം പരിഗൃഹ്യ, തന്റെ ശിരസിൽ തന്നെ പൂജാദ്രവ്യങ്ങളെ വഹിച്ചുകൊണ്ട് ആ വരുണൻ ശ്രീരാമനെ പൂജിക്കാനായിട്ട് ശിരസി പരിഗൃഹ്യ അർഹണം. അർഹണം എന്ന് പറഞ്ഞാൽ പൂജാദ്രവ്യങ്ങൾ. അപ്പൊ ശിരസിൽ കാഴ്ചദ്രവ്യങ്ങളെയെല്ലാം വഹിച്ചുകൊണ്ട് പാദാരവിന്ദം ഉപഗമ്യ, ഏതൊരു ഭഗവാന്റെ പാദാരവിന്ദത്തെ പ്രാപിച്ചിട്ട് ഏതദ്ബഭാഷേ, ഈ പറയുന്നതിനെ ഭാഷണം ചെയ്തു എന്ന് പറഞ്ഞ് 2 ശ്ലോകങ്ങള് വരുണന്റെ വചനങ്ങളാണ് ഇനി പറയുന്നത്. രാമനെ നോക്കി വരുണന്റെ ക്ഷമാപണം, വരുണന്റെ പ്രാർത്ഥന നമുക്ക് പറയാം. നത്വാം വയം ജഡധിയോ नु വിദാമ ഭൂമൻ കൂടസ്ഥമാദിപുരുഷം ജഗദാമധീശം യൽ സത്വത സുരഗണാരജസഃ പ്രജേശാഃ
മന്യോശ്ച ഭൂതപതയഃ ഭവാൻ ഗുണേശഃ ന ത്വാം വയം ജഡധിയോ नु വിദാമ ഭൂമൻ കൂടസ്ഥമാദിപുരുഷം ജഗദാമധീശം യൽ സത്വദസുരഗണാ രജസഃ പ്രജേശാഃ മന്യോശ്ച ഭൂതപതയഃ ഭവാൻ ഗുണേശഃ. വരുണൻ രാമനെ സ്തുതിക്കുന്ന വാക്കുകളാണ്. നത്വാം വയം ജഡതിയോന്നു വിദാമ ഭൂമൻ. ഹേ ഭൂമൻ, അല്ലയോ വലിയവനെ, അല്ലയോ ബ്രഹ്മമായിരിക്കുന്നവനെ, സർവവ്യാപിയായിരിക്കുന്നവനെ ഭൂമൻ. ജഗദാമധീശം ആദിപുരുഷം കൂടസ്ഥം ത്വാം ജഡതിയഃ വയം ന വിദാമ. ജഗദാമധീശം, ലോകങ്ങളുടെ മുഴുവൻ അധീശനാണങ്ങ്. ലോകങ്ങളുടെ മുഴുവൻ അധീശനും ആദിപുരുഷനും ആദികാരണമൂർത്തിയുമായിരിക്കുന്ന കൂടസ്ഥം ത്വാം, കൂടസ്ഥനായിരിക്കുന്ന അങ്ങയെ. കൂടസ്ഥൻ എന്നാൽ മറഞ്ഞിരിക്കുന്നവൻ അല്ലെങ്കിൽ മാറ്റമില്ലാത്തവൻ ഒക്കെ അർത്ഥം. കൂടവത് തിഷ്ഠതീതി കൂടസ്ഥഃ. കൂടവത് തിഷ്ഠതി എന്ന് പറയുമ്പോൾ കൂടം പോലെ സ്ഥിതി ചെയ്യുന്നവൻ. കൂടം എന്ന് പറഞ്ഞാല് കൊല്ലന്റെ ആലയിലെ ആൻവിൽ എന്ന് പറയുന്ന ആ ബേസ്, അതിന്റെ പുറത്ത് വെച്ചിട്ടാണ് സകല പണികളും ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും മൂർച്ച വരുത്തുന്നതും ഒക്കെ ചെയ്യുന്നത്. തല്ലി പദം വരുത്തുന്നത് അതിന്റെ മുകളിൽ വെച്ചിട്ടാണ്. അപ്പൊ ആ കൂടത്തിന് മാറ്റമില്ല. കൂടം കാലാകാലങ്ങളായിട്ട് സെയിമാണ്, തലമുറകളായിട്ട് ആ കൂടം തന്നെയാണ് ഉപയോഗിക്കുക. ആ ബേസ് നമ്മൾ കൂടം എന്നുള്ളതിനെ ചുറ്റിക എന്നുള്ള അർത്ഥത്തിൽ എടുക്കുകയാണ്. വാസ്തവത്തിൽ കൂടം എന്നാൽ അടിയിലുള്ള ബേസാണ്, ആൻവില്ലാണ്, ഹാമർ അല്ല. കൂടത്തിന്റെ മുകളിൽ വെച്ച് ആയുധങ്ങളെ ഹാമർ കൊണ്ട് നമ്മൾ അടിക്കുന്നു. ഇവിടെ എന്താ പറയുക, നാട്ടുകാര്, നമ്മുടെ കേരളീയര് ആൻവിലിന് പകരം ഹാമറിനെ കൂടം എന്ന് വിളിക്കുന്നു. അതുകൊണ്ടുള്ള തെറ്റിദ്ധാരണയാണ്. കൂടവത് എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ ഹാമറിലേക്ക് നമ്മുടെ ബുദ്ധി പോകും. ഹാമർ അല്ല ഉദ്ദേശിക്കുന്നത്, ദ ബേസ്. ആ ഒരു ഏതൊരു ബേസിലാണോ ഈ ആയുധങ്ങളൊക്കെ വെച്ച് തല്ലി പരത്തുന്നത്, അതാണ് യഥാർത്ഥ കൂടം, സംസ്കൃതത്തിലെ കൂടം. അപ്പൊ ആ കൂടത്തിന് മാറ്റമില്ല. എത്ര ആയുധങ്ങൾ പണിതു പോയാലും തലമുറകൾ കഴിഞ്ഞാലും ഒരേ കൂടം തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ആ കൂടവത് തിഷ്ഠതീതി കൂടസ്ഥഃ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സൃഷ്ടികൾ കാലാകാലങ്ങളായിട്ട് വന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും അതിന്റെ മൂലത്തിന്, അതിന്റെ ആധാരത്തിന്, അതിന്റെ കാരണത്തിന്, അടിസ്ഥാനത്തിന് ഒരു മാറ്റവും ഇല്ല. ആ അടിസ്ഥാനമാണ് സനാതനമായ നിത്യമായ ബ്രഹ്മം. അപ്പൊ കൂടസ്ഥം എന്നുള്ളത് ബ്രഹ്മത്തിന്റെ പര്യായമാണ്. അപ്പൊ കൂടസ്ഥം ആദിപുരുഷം. ഇനി ഈ പ്രപഞ്ചത്തിന്റെ ആദി കാരണമായിരിക്കുന്നതും അങ്ങ് തന്നെയാണ്. അങ്ങനെയുള്ള അങ്ങയെ, നിർവികാരനായ അങ്ങയെ, എന്നുവെച്ചാൽ ഭഗവാൻ വാസ്തവത്തിൽ നിർവികാരനാണ്. ഇവിടെ ഒരു വേഷം കെട്ടാണ് രാമൻ കോപം വന്നതുപോലെ, അഭിനയമാണ്. മനുഷ്യാവതാരമെടുത്തപ്പോ കാര്യസാധ്യത്തിന് വേണ്ടി ഒരു നന്നായിട്ട് ഒരു ക്രോധം എന്നുള്ള ഭാവം അഭിനയിച്ചു. നമ്മുടെ അല്ലേ കഥകളിക്കാരും സിനിമാ നടന്മാരും ഒക്കെ ക്രോധഭാവം അഭിനയിക്കും. അത് അവിടെയുള്ള ആരോടെങ്കിലുള്ള ക്രോധമാണോ? രംഗത്തുള്ള ആരോടെങ്കിലുള്ള ക്രോധം അല്ല. അത് സംവിധായകനോടോ തിരക്കഥാകൃത്തിനോടുള്ള ക്രോധവുമല്ല. അതവിടെ പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രം, ഒരു ഭാവമായിട്ട് പ്രകടിപ്പിക്കുന്നു. അതുപോലെ ഭഗവാന് വാസ്തവത്തിൽ ക്രോധമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ സ്വരൂപത്തെ ഓർമ്മിപ്പിക്കുകയാണ് ആര്? വരുണൻ ചെയ്യുന്നത്. അപ്പൊ കൂടസ്ഥനും ആദിപുരുഷനുമായിട്ടുള്ള ത്വാം അങ്ങയെ ജഡതിയഃ വയം ന വിദാമ. മന്ദബുദ്ധികളായ ജഡബുദ്ധികളായിട്ടുള്ള വയം ഞങ്ങൾ ന വിദാമ, ഞങ്ങൾ അറിയുന്നില്ല. അങ്ങയുടെ മാഹാത്മ്യം ഞങ്ങൾക്ക് അറിയുന്നില്ല. യത് സത്വതഃ സുരഗണാഹ. ഏതൊരു അങ്ങയുടെ സത്വഗുണത്തിൽ നിന്നാണ് സുരഗണങ്ങളെല്ലാം ആവിർഭവിച്ചിരിക്കുന്നത്. രജസഃ പ്രജേശാഹ. അങ്ങയുടെ രജോ ഗുണത്തിൽ നിന്നാണ് പ്രജേശന്മാർ, പ്രജാപതികൾ ഉണ്ടായിരിക്കുന്നത്. മന്യോഹോ ഭൂതപതയഃ. മന്യുവിൽ നിന്ന്, അങ്ങയുടെ കോപത്തിൽ നിന്നാണ് ഭൂതപതികളും ഉണ്ടായിരിക്കുന്നത്. അഭവൻ സഹ ഭവാൻ ഗുണേശഃ.
അങ്ങനെയുള്ള അങ്ങ് ഗുണേശനാകുന്നു, ഗുണങ്ങളുടെ മുഴുവൻ നിയന്താവാകുന്നു. അപ്പൊ എന്താ ഇവിടെ സൃഷ്ടിയുടെ രഹസ്യമാണ് ഇവിടെ വരുണൻ സൂചിപ്പിച്ചത്. ഭഗവാന്റെ ആ ശക്തിയായ ആ മായ, ആ മായയുടെയാണ് ത്രിഗുണങ്ങൾ. ആ മായയുടെ ത്രിഗുണങ്ങളിൽ സത്വഗുണത്തിൽ നിന്ന് ദേവന്മാരും രജോ ഗുണത്തിൽ നിന്ന് പ്രജാപതിമാർ, പ്രവൃത്തിധർമ്മം ശീലമായിരിക്കുന്ന പ്രജാപതിമാര് രജോ ഗുണത്തിൽ നിന്നും അതുപോലെ തമോ ഗുണത്തിൽ നിന്ന് ഭൂതപതികൾ ഉണ്ടായിരിക്കുന്നു. മഹാദേവനാണ് മന്യു. മന്യോഹോ, മന്യുവിൽ നിന്ന് തമോ ഗുണത്തിൽ നിന്ന് കോപത്തിൽ നിന്ന് ഭൂതപതികളും ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള മൂന്ന് ഗുണങ്ങളോട് കൂടിയ സൃഷ്ടിയുടെ മുഴുവൻ ഈശൻ അങ്ങയാകുന്നു. ഗുണേശ, നിയന്താവ് അങ്ങാകുന്നു. അപ്പോ അങ്ങയിൽ നിന്നാണ് ഭൂതപതിയായ ഞാനും ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങയുടെ ഏതിൽ നിന്ന്? തമോ ഗുണത്തിൽ നിന്ന്. മന്യോഹോ, ഭൂതപതികൾ എന്ന് പറഞ്ഞു. ഭൂതപതയ, ഞാനും ഒരു ഭൂതപതിയാണ്. ജലം എന്ന അപ്പെന്ന ഭൂതത്തിന്റെ പതിയാണ് വരുണൻ. അപ്പൊ ഞാൻ എവിടുന്നാണ് ഉണ്ടായത്? തമോ ഗുണത്തിൽ നിന്ന്. അപ്പൊ തമോ ഗുണത്തിൽ നിന്നുണ്ടായിട്ടുള്ള എനിക്ക് എന്റെ സ്വഭാവം തമോ ഗുണമായതുകൊണ്ട് പെട്ടെന്നൊന്നും അങ്ങയുടെ ഭാവമൊന്നും അറിയാനൊന്നുള്ള കഴിവൊന്നുമില്ല. ഞാൻ മന്ദബുദ്ധിയാണ്. ഞാൻ പതുക്കെ ഉണരുള്ളൂ. അല്ലെ, ട്യൂബ് ലൈറ്റ് കത്തും പോലെ കത്തുള്ളൂ. അത് ഞങ്ങളുടെ കുഴപ്പമല്ല, സൃഷ്ടികർത്താവായ അങ്ങയുടെ സൃഷ്ടിയിലുള്ളതാണ്, മാനുഫാക്ചറിങ്ങിലുള്ളതാണ്. ഞങ്ങളെ ബ്ലെയിം ചെയ്യരുത്. ഇത് വളരെ വിസ്തരിച്ച് രാമായണത്തില് വരുണൻ പറയുന്നുണ്ട്. അപ്പോ ഞങ്ങളുടെ കുഴപ്പമല്ല, ഞങ്ങൾ തമോ ഗുണമൂർത്തികളാണല്ലോ, തമോ ഗുണം ആണല്ലോ ഞങ്ങളുടെ സ്വഭാവം. അപ്പൊ തമോ ഗുണികളായിട്ടുള്ള ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും ബോധമൊന്നും ഉണ്ടാവില്ല. ഇത്തിരി വൈകിപ്പോയി, ക്ഷമിക്കണം. അങ്ങ് തന്നെ ഞങ്ങളെ എങ്ങനെയല്ലേ സൃഷ്ടിച്ചത് എന്ന്. അല്ലേ, നമ്മുടെ കാളിയമർദ്ദന സമയത്ത് കാളിയനും ഇത് തന്നെ പറയുന്നുണ്ട് കൃഷ്ണസ്വാമിയോട്, ശ്രീകൃഷ്ണ ഭഗവാനോട്. അങ്ങയുടെ തമോ ഗുണത്തിൽ നിന്നാണ് സർപ്പങ്ങളായ ഞങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ തമോ ഗുണത്തെ ക്ഷമിച്ചാലും, ഞങ്ങളുടെ പ്രകൃതിയാണല്ലോ ഇത്, അതിന്റെ സൃഷ്ടികർത്താവ് അങ്ങ് തന്നെയല്ലേ, അങ്ങേക്ക് ഞങ്ങളെ അറിഞ്ഞൂടെ എന്ന് ക്ഷമാപണം ചെയ്യുകയാണ്. അപ്പോ യൽ സത്വദസുരഗണാഃ രജസഃ പ്രജേശാഃ മന്യോശ്ച ഭൂതപതയഃ സ ഭവാൻ ഗുണേശഃ കാമം പ്രയാഹി ജഹി വിസ്രവസോവമേഹം ത്രൈലോക്യരാവണമവാപ്നുഹി വീരപത്നീം ബദ്നീഃ സേതുമിഹ തേ യശസോ വിദഗ്ധ്യൈ ഗായന്തി ദിഗ്വിജയിനോ യമുപേത്യ ഭൂപാം കാമം പ്രയാഹി ജഹി വിസ്രവസോവമേഹം ത്രൈലോക്യരാവണം അവാപ്നുഹി വീരപത്നീം ബദ്നീഃ സേതുമിഹ തേ യശസോ വിദഗ്ധ്യൈ ഗായന്തി ദിഗ്വിജയിനോ യമുപേത്യ ഭൂപാം. ഭഗവാനോട് എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് എന്ന് വരുണൻ പറയാണ്. കാമം പ്രയാഹി, അങ്ങ് യഥാകാമം പ്രയാഹി. പ്രയാഹി എന്ന് പറഞ്ഞാൽ പ്രയാണം ചെയ്താലും, ത്വം പ്രയാഹി, അങ്ങ് പ്രയാണം ചെയ്താലും, അങ്ങ് യാത്ര ചെയ്താലും, എവിടെ? ഈ സമുദ്രത്തിലൂടെ പൊയ്ക്കോളൂ, ഞാൻ വഴിതരാം എന്നർത്ഥം. സേതുബന്ധനത്തിനായിക്കൊണ്ട് ഞാൻ നീങ്ങിത്തരാം, എന്നിലൂടെ തന്നെ അങ്ങ് സേതുബന്ധനം ചെയ്ത് ഇഷ്ടം പോലെ കടന്നു പൊക്കോളൂ. കാമം പ്രയാഹി, യഥാകാമം പ്രയാഹി, അങ്ങയുടെ ഇഷ്ടം പോലെ. എന്നിട്ടോ വിസ്രവസഃ അവമേഹം ജഹി. വിസ്രവസഃ എന്ന് പറയുമ്പോ വിസ്രവസ് മഹർഷിയുടെ, കുബേരന്റെ അച്ഛനായിട്ടുള്ള, രാവണന്റെ അച്ഛനായിട്ടുള്ള മഹാത്മാവാണ് വിസ്രവസ്. ആ വിസ്രവസഃ എന്ന് പറയുമ്പോൾ വിസ്രവസിന്റെ, അവമേഹം എന്ന് പറഞ്ഞാലോ മാലിന്യം, പുരീഷം, മലം എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ വിസ്രവസിന്റെ വേസ്റ്റാണ് ആര്? രാവണൻ. വിസ്രവസിന്റെ നല്ല ഭാഗമാണ് കുബേരനായിട്ട് ജനിച്ചത്. അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ള വേസ്റ്റാണ് രാവണൻ ജനിച്ചിരിക്കുന്നത്. വിഭീഷണൻ നല്ല ഭാഗമാണ്. രാവണ കുംഭകർണന്മാർ വിസ്രവസിന്റെ വേസ്റ്റ്, അവമേഹം. അവനെ ജഹി, നശിപ്പിച്ചാലും കൊന്നാലും എന്നർത്ഥം. അപ്പൊ വിസ്രവസിന്റെ മാലിന്യ തുല്യമായിട്ടുള്ള ആ പുത്രനെ, അവൻ എങ്ങനെയുള്ളവനാണ്? ത്രൈലോക്യ രാവണം. രാവണം എന്ന് പറഞ്ഞാല്
രാവയതീതി രാവണ, കരയിപ്പിക്കുന്നവൻ. അപ്പൊ ത്രൈലോക്യ രാവണൻ എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങളെയും കരയിപ്പിക്കുന്നവൻ. 3 ലോകങ്ങൾക്കും തലവേദനയായി നിരന്തരം എല്ലാവരെയും വിഷമിപ്പിച്ച് കരയിപ്പിക്കുന്നവനാണ് ത്രൈലോക്യ രാവണൻ. അപ്പോ ത്രൈലോക്യ രാവണം വിസ്രവസ അവമേഹം ജഹി, വിസ്രവസിന്റെ വേസ്റ്റായ അവമേഹമായ മലമായ ത്രൈലോക്യത്തെ കരയിപ്പിക്കുന്ന അവനെ വധിച്ചു കളഞ്ഞാലും ജഹി. എന്നിട്ടോ അവാപ്നുഹി വീര പത്നീം, ഹേ വീര, അങ്ങ് വീരനാണ്, ശക്തനാണ്, ഇതിനൊക്കെ ചെയ്യാൻ ശക്തിയുള്ളവനാണ്. അതുകൊണ്ട് പത്നീം അവാപ്നുഹി, പത്നിയെ പ്രാപിച്ചാലും, അവാപ്നുഹി എന്ന് പറഞ്ഞാൽ ത്വം അവാപ്നുഹി, അങ്ങ് പ്രാപിച്ചാലും എന്നർത്ഥം. അപ്പൊ ആരെ? പത്നിയെ, സീതയെ പ്രാപിച്ചാലും. അതിനായിക്കൊണ്ട് എന്ത് ചെയ്യണം? ബദ്നീഹി സേതും ഇഹ, ഇഹ ഇവിടെ ഈ സമുദ്രത്തില് സേതും ബദ്നീഹി, സേതുവിനെ ബന്ധിച്ചാലും, ത്വം ബദ്നീഹി, അങ്ങ് ബന്ധനം ചെയ്താലും. എന്തിനായിക്കൊണ്ട്? തേ യശസ്സോ വിദത്യൈ, ഈ സേതു അങ്ങയുടെ യശസ്സിനെ വിസ്തരിക്കുന്നതാവട്ടെ. കാലാകാലങ്ങളിൽ ഈ രാമസേതു രാമന്റെ യശസ്സിനെ വിളംബരം ചെയ്യുന്നതാവട്ടെ, വിസ്തരിക്കുന്നതാവട്ടെ. തേ യശസ്സോ വിദത്യൈ ഇഹ സേതും ബദ്നീഹി ഗായന്തി ദിഗ്വിജയിനോ യമുപേത്യ ഭൂപാഹ, യം ഉപേത്യ ഭൂപാഹ, ഏതൊരു സ്ഥാനത്തെ പ്രാപിക്കുന്ന രാജാക്കന്മാർ, എങ്ങനെയുള്ളവർ? ദിഗ്വിജയിന, ദിഗ്വിജയം ചെയ്യുന്ന ഭൂപന്മാർ ഭാരതത്തിന്റെ തെക്കേ അറ്റത്തേക്ക് പോവും ദിഗ്വിജയം ചെയ്തിട്ട്. അവിടെ എത്തുമ്പോൾ അവരെന്ത് കാണാനിടയാവും? ഈ സേതു കാണാനിടയാവും. അപ്പൊ ആ സേതു കാണുമ്പോൾ ഗായന്തി, എന്തിനെ ഗാനം ചെയ്യും? ശ്രീരാമസ്വാമിയുടെ യശസ്സിനെ ഗാനം ചെയ്യും. എല്ലാവരും ശ്രീരാമനെ പുകഴ്ത്തും. അപ്പൊ അങ്ങയുടെ വീര്യത്തിന്റെ സ്മാരകമായി അങ്ങയുടെ യശസ്സിനെ എല്ലാ കാലത്തും എല്ലാവരാലും സ്തുതിക്കപ്പെടുവാനുള്ള ഒരു സ്മാരകമായിട്ട് ഈ സേതു ഭവിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സേതുവിനെ, രാമസേതുവിനെ അങ്ങ് ബന്ധിച്ചാലും എന്ന് വരുണൻ വഴികൊടുത്തുകൊണ്ട് രാമന് വിധേയനായിക്കൊണ്ട് രാമനോട് പറയണം സേതുബന്ധനം ചെയ്യാനായിക്കൊണ്ട്. അപ്പൊ ഇങ്ങനെ രാമന്റെ യശസ്സിനെ നിലനിർത്തുന്ന ആ സേതു രാമനാൽ നിർമ്മിതമല്ല, വാനരന്മാരാൽ നിർമ്മിതമല്ല, അങ്ങനെ ഒരു സേതുവേ ഇല്ല എന്നൊക്കെ നമ്മുടെ ദ്രാവിഡ മുന്നേറ്റ കഴകം കരുണാനിധിയും കരുണാനിധിയുടെ മക്കളും പേരക്കുട്ടികളും എല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തിനാണ്? രാമനെ ഇകഴ്ത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ രാമൻ എന്നൊരാളെ ഇല്ല എന്ന് വേണമെങ്കിൽ അവര് സ്ഥാപിക്കുകയാണ്. അവരതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാമൻ എന്നൊരാൾ ഉണ്ടായിട്ടേ ഇല്ല, രാമൻ സേതുബന്ധനം ചെയ്തിട്ടുമില്ല, അത് പ്രകൃതി നിർമ്മിതമായിട്ടുള്ളതാണ് ആ സേതു, വെള്ളത്തിന്റെ അടിയിലുള്ളതായിട്ടുള്ള ഭാഗം എന്നൊക്കെ അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സയന്റിസ്റ്റുകള്, നാസ മുതലായിട്ടുള്ള സ്ഥാപനങ്ങള് അവരുടെയൊക്കെ റിസർച്ചിലൂടെ ഈ രാമസേതു ഇത്ര വർഷം മുമ്പ് എന്താ പറയുക, മനുഷ്യനിർമ്മിതമായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് രാമന്റെ യശസ്സിനെ വിളിച്ചു പറയുന്ന, അതും ലോകത്തിലേക്ക് വെച്ച് ഭാര്യയോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായിട്ട്, അല്ലാതെ താജ്മഹൽ അല്ല. താജ്മഹൽ വെറും 13 ഭാര്യമാരിൽ ഒരാളായ മുംതാസിന്റെ ശവകുടീരം മാത്രമാണ്. അതും എത്രയോ ആളുകളെ കൊന്നിട്ട് നിർമ്മിച്ചതാണ്. അതിൽ ഒരു അത്ഭുതവും ഇല്ല. ഒരു സാധാരണ മാർബിൾ കട്ട അതിനെ പുകഴ്ത്തി 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 എന്തോ വലിയ സംഭവമാക്കി മാറ്റിയിരിക്കുകയാണ്. അതിലൊരു തരത്തിലുള്ള മാഹാത്മ്യവുമില്ല. 100 താജ്മഹലിന്റെ എന്താ പറയുക ഇഫക്റ്റാണ് ഒരു രാമേശ്വരൻ ടെമ്പിളും ഒരു മധുര ടെമ്പിളും ഒരു തിരുവണ്ണാമലൈ ടെമ്പിളും ഒരു ചിദംബരവും ഒക്കെ. അജന്ത, എല്ലോറ അല്ലെങ്കിൽ അവിടെയുള്ളതായിട്ടുള്ള ക്ഷേത്രങ്ങള്, ഗുഹാക്ഷേത്രങ്ങളൊക്കെ എത്രയോ ഇരട്ടി മഹിമയേറുന്നതാണ്. തിരുപ്പതി ശ്രീരംഗം ക്ഷേത്രം തന്നെ 1000 താജ്മഹലിന് ചേർത്ത് വെക്കണം. അത്രയും അത്ഭുതങ്ങളാണ്. അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ട് കള്ളന്മാരായിട്ടുള്ള ചരിത്രകാരന്മാർ അതിന് മാഹാത്മ്യം കൽപ്പിച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. എല്ലാം എന്താ പറയുക, അപനിർമ്മിതികളാണ്. അതൊന്നുമല്ല
ലോകത്തിലെ സ്നേഹത്തിന്റെ ഏറ്റവും നല്ല പ്രതീകം, ഭാര്യാ സ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള സ്മാരകം രാമസേതുവാണ്. തന്റെ ഭാര്യയെ തിരിച്ചു വീണ്ടെടുക്കാൻ വേണ്ടി രാമൻ ചെയ്ത തപസ്സിന്റെ, ത്യാഗത്തിന്റെ, പ്രയത്നങ്ങളുടെ എല്ലാറ്റിന്റെയും മൂർത്തീഭാവമായിട്ടുള്ള ആ രാമസേതു. അപ്പൊ അത് ഇപ്പോഴും നമ്മൾ പാടി പുകഴ്ത്തണം. ആരൊക്കെ എന്തൊക്കെ പരിഹസിച്ചാലും നമ്മൾ ഉച്ചത്തിൽ പാടിക്കൊണ്ടേയിരിക്കുക. അതാണ് ഗായന്തി ദിഗ്വിജയിനോ യമുപേത്യ ഭൂപാഹ. അഭിമാനത്തോടെ നമുക്കൊക്കെ അതിനെക്കുറിച്ച് വർണ്ണിക്കാം. കാമം പ്രയാഹി ജഹി വിശ്രവസോവമേഹം ത്രൈലോക്യരാവണം അവാപ്നുഹി വീരപത്നീം ബദ്നീഹി സേതുമിഹ തേ യശസോ വിദത്യൈ ഗായന്തി ദിഗ്വിജയിനോ യമുപേത്യ ഭൂപാഹ. ബദ്ധോ ദദൗ രഘുപതിർവിവിധാദ്രികൂടൈഃ സേതും കപീന്ദ്രകരകമ്പിതഭൂരുഹാംഗൈഃ സുഗ്രീവനീല ഹനുമൽ പ്രമുഖൈരനീകൈഃ ലങ്കാം വിഭീഷണദൃശാ വിശദഗ്രദഗ്ധാം. ബദ്ധോ ദദൗ രഘുപതിർവിവിധാദ്രികൂടൈഃ സേതും കപീന്ദ്രകരകമ്പിതഭൂരുഹാംഗൈഃ സുഗ്രീവനീല ഹനുമൽ പ്രമുഖൈരനീകൈഃ ലങ്കാം വിഭീഷണദൃശാ വിശദഗ്രദഗ്ധാം. ഇനി ആ വരുണൻ പറഞ്ഞതനുസരിച്ച് രാമൻ സേതുബന്ധനം ചെയ്ത് സാഗരം കടന്ന് ലങ്കയിലേക്ക് പ്രവേശിച്ചു. ആർ കാണിച്ച വഴിയിലൂടെ? വിഭീഷണൻ കാണിച്ച വഴിയിലൂടെ. ഏത് ലങ്കയിലേക്ക്? മുമ്പേ തന്നെ ദഹിപ്പിക്കപ്പെട്ട ലങ്കയിലേക്ക് എന്ന് പറയണം. അഗ്രദഗ്ധാം. അഗ്രദഗ്ധാം എന്ന് പറഞ്ഞാൽ അഗ്രേ ദഗ്ധാം. അഗ്രേ എന്ന് പറഞ്ഞാലോ ഹനുമാൻ സ്വാമിയാൽ ദഹിപ്പിക്കപ്പെട്ടത് എന്നർത്ഥം. ലങ്കാദഹനം. അപ്പൊ ഇവിടെ ഹനുമാൻ സ്വാമിയുടെ പ്രവൃത്തിയെ ഒന്ന് സ്മരിച്ചു. അപ്പോ അഗ്രദഗ്ധാം ലങ്കാം വിഭീഷണ ദൃശാ ആവിശത്. ആവേശിച്ചു, പ്രവേശിച്ചു. എങ്ങനെ? വിഭീഷണ ദൃശ. വിഭീഷണന്റെ ദൃഷ്ടിയിലൂടെ, വിഭീഷണൻ കാണിച്ച വഴിയിലൂടെ എന്നർത്ഥം. കാരണം ലങ്കയെക്കുറിച്ച് നന്നായി അറിയുന്ന ആളാണ് വിഭീഷണൻ. ആ വിഭീഷണനാണ് മാർഗദർശനം ചെയ്യുന്നത്. ആ വിഭീഷണൻ രാമപക്ഷത്ത് വന്നിട്ടുണ്ട്, രാമനെ അഭയം പ്രാപിച്ചു എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചു. വിഭീഷണ ശരണാഗതി ഇവിടെ സൂചിപ്പിച്ചു എന്നർത്ഥം. അപ്പോ എന്തൊക്കെ ചെയ്തിട്ടാണ്? ബദ്ധ്വാ ഉദദൗ രഘുപതിഃ വിവിധാദ്രികൂടൈഃ സേതും കപീന്ദ്ര കരകമ്പിതഭൂരുഹംഗൈഃ. ബദ്ധ്വാ ഉദദൗ സേതും. ഉദദൗ സേതും ബദ്ധ്വാ. ഉദതിയിൽ സേതുവിനെ ബന്ധിച്ചിട്ട്. എങ്ങനെയാണ് സേതുബന്ധനം ചെയ്തത് എന്ന് രണ്ട് മനോഹര പദങ്ങളെ കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. വിദദാദ്രികൂടൈഃ. എങ്ങനെയുള്ള അദ്രികൂടങ്ങൾ? കപീന്ദ്ര കരകമ്പിത ഭൂരുഹാംഗൈഃ. കപീന്ദ്ര കരകമ്പിത ഭൂരുഹാംഗൈഃ. കപീന്ദ്രന്മാര്, വാനരേന്ദ്രന്മാര്, ഹനുമാൻ, അംഗദൻ, ജാംബവാൻ മുതലായ കപീന്ദ്രന്മാരുടെ കരങ്ങളാൽ കമ്പനം ചെയ്യപ്പെട്ട ഭൂരുഹങ്ങൾ എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങൾ. വലിയ വലിയ വൃക്ഷങ്ങൾ ആദ്യം എന്താ പറയാ, ഈ സേതുബന്ധനത്തിന് പൈലിംഗ് ചെയ്യാനായിക്കൊണ്ട് അല്ലെ, രണ്ട് വശവും ആദ്യം വൃക്ഷങ്ങളെ കൊണ്ട്, വലിയ വലിയ വൃക്ഷങ്ങളെ കൊണ്ട് പൈലിംഗ് ചെയ്തു എന്ന് പറയാം. എന്നിട്ട് അതിലേക്കാണ് കല്ലുകൾ, വലിയ വലിയ പാറകള് എടുത്തിട്ടത്. അപ്പോ കപീന്ദ്ര കരകമ്പിത ഭൂരുഹാംഗൈഃ. വലിയ വലിയ വൃക്ഷങ്ങളും അതിന്റെ ശാഖകളുമൊക്കെ കപീന്ദ്രന്മാരുടെ കൈകളാൽ പുഴക്കി എടുക്ക കൊണ്ടുവന്ന് അവിടെ ബന്ധനം ചെയ്തു. നമ്മളിപ്പോ കമ്പി ഇട്ടിട്ട് സിമെന്റും കോൺക്രീറ്റും ഒക്കെ ഇടുന്നതിന് പകരം വന്നിട്ടത് വലിയ വലിയ മരങ്ങളാണ് പുഴക്കി കൊണ്ടുവന്നിട്ടു. എന്നിട്ടോ വിവിധ അദ്രികൂടൈഃ. വിവിധങ്ങളായ പർവ്വതങ്ങളുടെ കൂടങ്ങൾ, കൊടുമുടികൾ. ആ പർവ്വതങ്ങളുടെ കൊടുമുടികളെല്ലാം അവർ കൊണ്ടുവന്ന് അവിടെ താഴ്ത്തി വെള്ളത്തിലിട്ടു. അതിന്റെ അങ്ങനെയാണ് ഉദദൗ സേതും ബദ്ധ്വാ. സമുദ്രത്തിൽ സേതുബന്ധനം ചെയ്ത ആ രഘുപതിഃ, രഘുവംശത്തിന്റെ നായകൻ ആ രാഘവൻ എന്ത് ചെയ്തു? വിഭീഷണ ദൃശ. വിഭീഷണന്റെ ദൃഷ്ടിയിലൂടെ, വിഭീഷണന്റെ മാർഗദർശനത്തിലൂടെ സുഗ്രീവ നീല ഹനുമൽ പ്രമുഖൈഃ അനീകൈഃ. സുഗ്രീവൻ വാനര രാജാവ്, നീലൻ വാനര സേനാപതി,
ഹനുമാൻ എല്ലാവരുടെയും മുകളിലുള്ളതായിട്ടുള്ള വാനരാധിപൻ, അങ്ങനെയുള്ള പ്രമുഖൈഹി മുതലായവരോടുകൂടെ അനീകൈഹി ആ വാനര സൈന്യങ്ങളോടുകൂടെ അഗ്രദഗ്ധാം ലങ്കാം ആവിശത്ത് മുമ്പേ ദഹിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ഹനുമാൻ സ്വാമിയാൽ ദഹിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ആ ലങ്കയിലേക്ക് രഘുപതി ആവിശത്ത് രഘുപതി പ്രവേശിച്ചു. അങ്ങനെ സേതുബന്ധനം കഴിഞ്ഞ് വിഭീഷണൻ കാണിച്ച വഴിയിലൂടെ ലങ്കയിൽ പ്രവേശിച്ചു. തുടർന്ന് സാവാനരേന്ദ്ര ബലരുദ്ധ വിഹാര കോഷ്ട ശ്രീദ്വാര ഗോപുര സദോവളഭീവിടങ്ക നിർഭജ്യമാനദിഷണധ്വജ ഹേമ കുംഭശൃംഗാടക ഗജകുലൈർഹൃദിനീവകൂർണ. സാ വാനരേന്ദ്ര ബലരുദ്ധ വിഹാര കോഷ്ട ശ്രീദ്വാര ഗോപുര സദോവളഭീവിടങ്ക നിർഭജ്യമാനദിഷണധ്വജ ഹേമ കുംഭശൃംഗാടക ഗജകുലൈർഹൃദിനീവകൂർണ. സാ എന്ന് പറഞ്ഞാൽ അവിടെ ലങ്ക അർത്ഥം. ലങ്കാം ആവിശത്ത് എന്നാണല്ലോ പൂർവ്വശ്ലോകം പറഞ്ഞു നിർത്തിയത്. ലങ്കയിലേക്ക് പ്രവേശിച്ചു. അപ്പൊ സാ എന്ന് പറഞ്ഞാല് അവൾ എന്നാണ്. അവൾ ആരാണ്? ലങ്കാപുരി. ആ ലങ്കാപുരി എങ്ങനെയുള്ളതായി തീർന്നു? ഗൂർണ, ഗൂർണമാവുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കപ്പെടുക, ചുഴറ്റി എറിയപ്പെടുക എന്നൊക്കെ അർത്ഥമാണ്. എന്ന് വെച്ചാൽ കലക്കി മറിച്ചു ലങ്കയെ, ഇളക്കി മറിച്ചു. ആര്? ഈ വാനര സൈന്യം. അതിനെയാണ് വിസ്തരിക്കുന്നത്. വാനരേന്ദ്ര ബലരുദ്ധ വിഹാര കോഷ്ട ശ്രീദ്വാര ഗോപുര സദോ വളഭീവിടങ്ക. വാനരേന്ദ്ര ബലം, വാനരേന്ദ്രൻ സുഗ്രീവൻ, സുഗ്രീവന്റെ ബലം സൈന്യം. അപ്പൊ സുഗ്രീവ സൈന്യമായ വാനര സൈന്യങ്ങളെ കൊണ്ട് രുദ്ധം, രുദ്ധം എന്ന് പറഞ്ഞാൽ രോധിക്കപ്പെട്ടത്, നിരോധിക്കപ്പെട്ടത്, വളയപ്പെട്ടത്, ആക്രമിക്കപ്പെട്ടത് എന്നൊക്കെ അർത്ഥം. അങ്ങനെ വാനരന്മാർ ചുറ്റും വളഞ്ഞു. 4 ഗോപുരങ്ങളിലും 4 സേനാനായകന്മാരുടെ നേതൃത്വത്തില് 21 വള്ളം പടയാണ് വാനര സൈന്യം. അത് വളഞ്ഞു. അങ്ങനെ വാനരേന്ദ്ര ബലം കൊണ്ട് രുദ്ധമായ വിഹാരങ്ങൾ, ഇവർക്ക് ക്രീഡിക്കാനുള്ളതായിട്ടുള്ള സ്ഥാനങ്ങള്, കോഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന പത്തായങ്ങള്, ഖജനാവുകള്, കോഷ്ടം. അതുപോലെ ശ്രീ എന്ന് പറഞ്ഞാൽ ഭണ്ഡാരം തന്നെയാണ്. ദ്വാരം എന്ന് പറഞ്ഞാൽ വാതിലുകള്, ഗോപുരം എന്ന് പറഞ്ഞാൽ വലിയ വലിയ കവാടങ്ങള്. അതുപോലെ സദഹ, സദോ എന്ന് പറഞ്ഞത് സദഹ എന്ന് സൂചിപ്പിക്കാനാണ്. സദസ്സുകള്, സഭകള്. വളഭി, വളഭി എന്ന് പറഞ്ഞാല് വലിയ വലിയ മതിലുകളുടെ മുകളിലുള്ളതായിട്ടുള്ള ഭാഗങ്ങളാണ്, മുൻഭാഗത്തുള്ളതായിട്ടുള്ള മറവുകളാണ് വളഭീഹി. വിടങ്കം എന്ന് പറഞ്ഞാൽ പക്ഷികളൊക്കെ വന്ന് താമസിക്കുന്നതായിട്ടുള്ള വലിയ എന്താ പറയാ, മോൾ ഭാഗത്തുണ്ടാകുന്ന കൂടുകൾ പോലെയുള്ളതായിട്ടുള്ള സ്ഥാനങ്ങളാണ്. എന്തായാലും പറയാം, മുഖപ്പ് എന്ന് പറയും, കെട്ടിടങ്ങളുടെ മുഖപ്പുകൾ. അപ്പോ വിടങ്കങ്ങള് ഇതെല്ലാം നിർഭജ്യമാനം, നിർഭജ്യമാനം നിതരാം ഭജ്യമാനം, നല്ലതുപോലെ നശിപ്പിക്കപ്പെട്ടു. ദിഷണധ്വജ ഹേമകുംഭ ശൃംഗാടക. അപ്പോ ദിഷണം എന്ന് പറഞ്ഞാൽ വരാന്തകള്, കോലായകള് എന്നൊക്കെ പറയുന്നതായിട്ടുള്ള സ്ഥാനങ്ങളാണ്. ധ്വജങ്ങൾ കൊടിമരങ്ങളാണ്. ഹേമകുംഭങ്ങൾ താഴികക്കുടങ്ങളാണ്. ശൃംഗാടകം എന്ന് പറഞ്ഞാൽ 4 കൂടിയ വഴികൾ, ജംഗ്ഷനുകൾ എന്നൊക്കെ അർത്ഥം. ഗജകുലം ആനക്കൂട്ടം, ഹ്രദിനി തടാകങ്ങൾ, എല്ലാം ഗൂർണ. ജലാശയങ്ങളൊക്കെ ഉണ്ട്, താമര പൊയ്കകളൊക്കെ ഉണ്ട്, സരസ്സുകളൊക്കെ ഉണ്ട്. അങ്ങനെ സർവ്വ ഐശ്വര്യ പരിപൂർണമായിട്ടുള്ള ലങ്ക ഈ വാനര സൈന്യത്താൽ നശിപ്പിക്കപ്പെട്ടു. ഗൂർണ, ഗൂർണ ചുഴറ്റി എറിയപ്പെട്ടു, വട്ടത്തിൽ കറക്കപ്പെട്ടു എന്നൊക്കെ അർത്ഥമാണ്. ഗൂർണമാവുക എന്ന് പറഞ്ഞാൽ ചുറ്റുക എന്നാണ് അർത്ഥം. ഇവിടെ ചുഴറ്റി, കലക്കി, മറിച്ചു എന്നൊക്കെ അർത്ഥം. നശിപ്പിച്ചു എന്ന് താല്പര്യം. സ്ഥിരമായി നിൽക്കേണ്ടത് ഗൂർണമായാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോ സാവാനരേന്ദ്ര ബലരുദ്ധ വിഹാര കോഷ്ട ശ്രീദ്വാര ഗോപുര സദോ വളഭീവിടങ്ക നിർഭജ്യമാന ദിഷണധ്വജ ഹേമകുംഭ ശൃംഗാടക ഗജകുലൈർ ഹൃദിനീവ ഗൂർണ. ഇവിടെ ഗജകുലൈഹി ഹൃദിനി ഇവ എന്നൊരു ഉപമയാണ്. ഗജകുലൈഹി എന്ന് പറഞ്ഞാൽ ആനക്കൂട്ടങ്ങളാൽ
ഹ്രദിനി. ഹ്രദിനി എന്ന് പറഞ്ഞാൽ ഒരു തടാകം, ഒരു പൊയ്ക, താമര പൊയ്ക. അപ്പൊ ആനക്കൂട്ടം ഒരു താമര പൊയ്കയിലേക്ക് ഇറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? അതിലുള്ള വെള്ളത്തെ മുഴുവൻ കലക്കി മറിച്ച് താമരകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പറിച്ച് തിന്ന് മൊത്തത്തില് അല്ലെ ആന കരിമ്പിൻ തോട്ടത്തിൽ കടന്നതുപോലെ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെ ആന താമരപ്പൊയ്കയിൽ കടന്നാലും ഇത് തന്നെ അവസ്ഥ. അപ്പൊ ആന താമരപ്പൊയ്കയിൽ കടന്ന് താമരപ്പൊയ്കയെ ഒരു എന്താ പറയുക നശിപ്പിച്ച് ചളിക്കുളമാക്കുന്നത് പോലെ ഈ ലങ്കയും ഈ വാനരേന്ദ്രന്മാരാൽ ഈ സൈന്യത്താൽ ഗൂർമയാക്കപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു എന്ന് താല്പര്യം. രക്ഷപതിസ്തവലോക്യ നികുംഭകുംഭധൂമ്രാക്ഷദുർമുഖസുരാന്തനരാന്തകാദീൻ പുത്രം പ്രഹസ്തമധികായ നികമ്പനാദീൻ സർവാനുകാൻ സമഹിനോദത കുംഭകർണം. രക്ഷപതിസ്തവലോക്യ നികുംഭകുംഭധൂമ്രാക്ഷധുർമുഖസുരാന്തനരാന്തകാദീൻ പുത്രം പ്രഹസ്തമധികായ നികമ്പനാദീൻ സർവാനുഗാൻ സമഹിനോദ് അത കുംഭകർണം. രക്ഷപതി എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാരുടെ രാജാവ് രാവണൻ എന്ത് ചെയ്തു? തദവലോക്യ, ഇത് കണ്ടിട്ട്, ഏത് കണ്ടിട്ട്? ഈ വാനരന്മാർ വന്ന് ലങ്കയെ പൊടിക്കുന്നത്, തകർക്കുന്നത് കണ്ടിട്ട് ആരെയൊക്കെ അയച്ചു എന്ന് പറയണ സമഹിനോദ്. സമഹിനോദ് സമ്യക് അഹിനോദ്. അഹിനോദ് എന്ന് പറഞ്ഞാൽ പറഞ്ഞയച്ചു എന്നാണ്. സമഹിനോദ് നന്നായി പറഞ്ഞയച്ചു, യുദ്ധത്തിനായി ഒരുങ്ങി അയച്ചു. ആരെയൊക്കെ അയച്ചു? നികുംഭ കുംഭ ധൂമ്രാക്ഷ ദുർമുഖ സുരാന്ത നരാന്തകാദീ. ആദ്യത്തെ വരിയിൽ 6 പേര് പ്രശസ്തരുടെ പേരുകൾ പറഞ്ഞു. നികുംബൻ, കുംഭൻ, ഇതൊക്കെ കുംഭകർണന്റെ മക്കളാണ്. അതുപോലെ ധൂമ്രാക്ഷൻ, ദുർമുഖൻ, സുരാന്തൻ, നരാന്തകൻ, ഇതൊക്കെ മന്ത്രിമാരും സേനാനായകന്മാരും ഒക്കെയാണ്. പ്രഗത്ഭന്മാരായിട്ടുള്ള രാക്ഷസന്മാരാണ്. അപ്പൊ നികുംഭ കുംഭ ധൂമ്രാക്ഷ ദുർമുഖ സുരാന്ത നരാന്തകാദീൻ. മാത്രമല്ല പുത്രം എന്ന് പറഞ്ഞാൽ തന്റെ പുത്രനെ, ഇവിടെ ഇന്ദ്രജിത്തിനെ എടുക്കാം, മേഘനാഥൻ എന്നറിയപ്പെടുന്ന ഇന്ദ്രജിത്ത്. പ്രഹസ്തൻ പ്രധാനമന്ത്രിയാണ്. അധികായ നികമ്പനാദീൻ, അധികായൻ നികമ്പനൻ മുതലായവരെയും. അധികായനും രാവണന്റെ പുത്രനാണ്. നികമ്പനൻ ഗരദൂഷണാദികളുടെ മകനാണ് തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള പ്രമുഖന്മാരായ രാക്ഷസന്മാരെ, അതുപോലെ സർവ അനുഗാൻ തന്നെ അനുഗമിക്കുന്ന തന്റെ അനുഗാമികളായ സകല രാക്ഷസരെയും സമഹിനോദ് അയച്ചു. അത കുംഭകർണം. എല്ലാവരും നശിച്ചു കഴിഞ്ഞു. അവസാനം നിവൃത്തിയില്ലാതെ തന്റെ സഹോദരനായ കുംഭകർണനെ എഴുന്നേൽപ്പിച്ച് അയച്ചു. ഉറങ്ങിക്കിടന്ന ആ കുംഭകർണനെ കുംഭകർണം ച സമഹിനോദ്. കുംഭകർണനെയും രാമനെ വധിക്കുവാനായി, വാനര സൈന്യത്തെ നേരിടുവാനായിട്ട് പറഞ്ഞയച്ചു എന്ന് ആളുകളുടെ പേരെടുത്ത് രാക്ഷസ രാജാവ് രാവണൻ രാമനെ വധിക്കാനായിട്ട് പറഞ്ഞയച്ചവരുടെ എണ്ണം പറഞ്ഞതാണ്. രക്ഷപതിസ്തവലോക്യ നികുംഭ കുംഭ ധൂമ്രാക്ഷ ദുർമുഖ സുരാന്ത നരാന്തകാദീൻ പുത്രം പ്രഹസ്തം അധികായ നികമ്പനാദീൻ സർവാനുഗാൻ സമഹിനോദ് അത കുംഭകർണം. താം യാതുധാനപൃതനാം അസിശൂലചാപപ്രാസർഷ്ടി ശക്തിശരതോമര ഗഡ്ഗദുർഗാം സുഗ്രീവലക്ഷ്മണമരുൾ സുത ഗന്ധമാദ നീലാംഗദക്ഷപനസാദിഭിരന്വിതോഗാദ്. താം യാതുധാനപൃതനാം അസിശൂലചാപപ്രാസർഷ്ടി ശക്തിശരതോമര ഗഡ്ഗദുർഗാം സുഗ്രീവലക്ഷ്മണമരുൾ സുത ഗന്ധമാദ നീലാംഗദക്ഷപനസാദിഭിരന്വിതോഗാദ്. താം അഗാദ്, താം യാതുദാനപ്രതനാം അഗാദ്. ആ യാതുദാനപ്രതനയെ, യാതുദാനന്മാര് രാക്ഷസന്മാര്, പൃതന സൈന്യം. അപ്പൊ ആ രാക്ഷസ സൈന്യത്തെ അഗാദ് ഗമിച്ചു, പ്രാപിച്ചു. ആര്? രാമൻ. രാമന്റെ കഥയാണല്ലോ ഇവിടെ പറയുന്നത്. അപ്പൊ രാമന്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും രാമനാണ് പ്രാപിച്ചത്. എങ്ങനെയൊക്കെ പ്രാപിച്ചു? അവരെങ്ങനെയൊക്കെയാണ് വന്നത്? ഈ യാതുദാന പ്രതന എങ്ങനെയുള്ളതാണ്? യാതുദാന പ്രതനയെ വർണ്ണിച്ചതാണ് അസി ശൂല ചാപ പ്രാസ ഋഷ്ടി
ശക്തി ശര തോമര ഗഡ്ഗ ദുർഗ. യാതുദാന പ്രധന കീദൃശ അസി. അസി എന്നാൽ വാള്. ശൂലം, ശൂലം തന്നെ, ത്രിശൂലങ്ങള്. ചാപം, വില്ലുകള്. പ്രാസം, പ്രാസം എന്ന് പറയുന്നതായിട്ടുള്ള ആയുധം. ഋഷ്ടി എന്ന് പറഞ്ഞാലും ആയുധം. ശക്തി എന്ന് പറഞ്ഞാൽ ഒറ്റ മുനയുള്ള കുന്തം. അതുപോലെ ശരം, അസ്ത്രങ്ങള്. തോമരം എന്നുള്ളതൊരു ആയുധവിശേഷം. ഖഡ്ഗം എന്ന് പറഞ്ഞാലും മറ്റൊരു തരം വാള് തന്നെയാണ്. അതൊക്കെ കൊണ്ട് ദുർഗാം എന്ന് 9 ആയുധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ദുർഗാം എന്ന് പറഞ്ഞാൽ ഗമിക്കാൻ ദുഃഖമേറിയത്, കീഴ്പ്പെടുത്താൻ പ്രയാസമേറിയതിനെ ഗമിച്ചു. അഗമത് എന്ന് പറഞ്ഞാല് ഗമിക്കാൻ പറ്റാത്തതിനെ ഗമിച്ചു. ഇത്രയും ശക്തരായിട്ടുള്ള, ഇത്രയും ആയുധധാരികളായിട്ടുള്ള ആ യാതുദാന പ്രധനയെ രാമൻ ഗമിച്ചു, രാമൻ പ്രാപിച്ചു, രാമൻ ജയിച്ചു എന്നർത്ഥം. ആരോടുകൂടെ? സുഗ്രീവ ലക്ഷ്മണ മരുൾ സുത ഗന്ധമാദ നീല അംഗദ ഋക്ഷ പനസാദിഭിഹി അന്വിതഃ. 8 പ്രമുഖരുടെ പേര് പറഞ്ഞ് ആദിബിഹി മുതലായവരോടുകൂടെ അന്വിതഃ ചേർന്നവനായിട്ട്, ഇവരോട് കൂടിയവനായിട്ട്. അപ്പൊ ആരൊക്കെയാണ് പ്രമുഖന്മാരുടെ പേരെടുത്ത് പറഞ്ഞ്? സുഗ്രീവൻ, വാനര രാജാവായ സുഗ്രീവൻ. ലക്ഷ്മണൻ, സഹോദരനായ ലക്ഷ്മണൻ. മരുൾ സുതൻ, വായുപുത്രനായ ആഞ്ജനേയ സ്വാമി. ഗന്ധമാദൻ, ഗന്ധമാദൻ എന്ന വാനരശ്രേഷ്ഠൻ. നീലൻ, അഗ്നിപുത്രനായ നീലൻ എന്ന സേനാപതി. അംഗദൻ, ബാലിപുത്രനായിട്ടുള്ള അംഗദൻ. ഋക്ഷ ശബ്ദം കൊണ്ട് കരടി, ജാംബവാൻ എന്നർത്ഥം. ഋക്ഷ അപ്പൊ കരടിയായ ജാംബവാനും. പനസൻ, പനസൻ എന്ന വാനരനും. ആദിബിഹി തുടങ്ങിയവരോടുകൂടി അന്വിതഃ ചേർന്നവനായിട്ട്. അഗാത് പ്രാപിച്ചു, എതിർത്തു, തോൽപ്പിച്ചു എന്നൊക്കെ അർത്ഥം. അപ്പൊ വലിയ വലിയ ആയുധങ്ങൾ ധരിച്ച് കീഴ്പ്പെടുത്താൻ പ്രയാസമേറിയതായിട്ടുള്ള ആ രാക്ഷസ സൈന്യത്തെ രാമൻ ഇന്നിന്ന സഹായികളോടുകൂടി ചേർന്ന് അവരെയൊക്കെ എതിർത്ത് തോൽപ്പിച്ചു എന്നർത്ഥം. അപ്പൊ ഇന്ന് ഇവിടെ നിൽക്കട്ടെ. വൈകുന്നേരം ഞാൻ നോക്കട്ടെ, സമയമുണ്ടെങ്കിൽ ചെയ്യാം. വൈകിട്ട് 7:30 ഒരു മീറ്റിംഗ് ഉണ്ട്, ഓൺലൈൻ മീറ്റിംഗ്. അപ്പോൾ വേണ്ടി വന്നാൽ 5:30 ചെയ്യാൻ പറ്റിയ ചെയ്യാം, അല്ലെങ്കിൽ നാളെ ഞാൻ നോട്ടിഫിക്കേഷൻ തരാം, നോക്കിക്കോളൂ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. അപ്പോൾ വൈകുന്നേരം പറ്റിയാൽ കാണാം, ഒഴിവുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നാളെ ഷുവർ, നാളെ രാവിലെ. ഹരി ഓം.